നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി നമുക്ക് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബഹുമാന്യനായ ദൈവദാസനെ ഓർത്ത് വിശേഷമായ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ തമ്മിൽ സ്നേഹത്തിലോ ബന്ധത്തിലോ അല്ല, പക്ഷെ അദ്ദേഹത്തെ അറിയാം. പരുത്തിക്കുഴിയിലെ യേശുദാസ് എന്ന് പറയുന്ന ദേവദാസൻ്റെ മകൾ മരിച്ചപ്പോഴാണ് ഈ ദൈവവൃദ്ധൻ അവിടെ വന്നതും അന്ന് വൈകിട്ട് ആ ജംഗ്ഷനിൽ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം പ്രസംഗിച്ചു. ദൈവദാസൻ, ഞാനും ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ അദ്ദേഹം മരിച്ചപ്പോഴും ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റു നിലയിൽ കേട്ടിട്ടുണ്ട്. ഈ യോഗ പരമ്പരയിൽ എന്നെ കൂടി ദൈവം സ്നേഹിച്ച് കൂട്ടി വരുത്തുകയും എന്നെ വിളിക്കുവാൻ തോന്നിയതിൽ അതിയായ സന്തോഷം. എല്ലാറ്റിനും ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷാജി എന്നാണ്. ഭാര്യ 2 മക്കളുണ്ട്. മകളെ കെട്ടിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു. വിതിരയ്ക്കടുത്ത് മേമല, അവിടെ IPCയുടെ ഒരു പ്രവർത്തനമായിട്ട് അവരായിരിക്കുന്നു. ഇന്ന് കുന്നപ്പുഴയിൽ അവർക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. മകൻ മൂത്തവനാണ്. താൻ ദുബായിലായിരിക്കുന്നു. വെൺമണി പാസ്റ്ററുടെ മകൻ്റെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. പൂങ്കളം കല്ലടിച്ച മൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ പ്രവർത്തനം. അവിടെയാണ് ആരാധന. ദൈവം ഇന്ന് പകലിൽ സന്തോഷത്തോടെ വന്ന് ചേരുവാൻ സഹായിച്ചാൽ നന്ദി. ഞാൻ മറ്റൊരു ഭാഗത്തൂടി കറങ്ങി കല്ലയും വഴിയാണ് വന്നത്. രാവിലെ എൻ്റെ ഒരു പ്രയർ കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ മകനെ ദുബായിലോട്ട് പ്രാർത്ഥിച്ചയക്കണമായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് കറങ്ങി വന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു. ആദ്യമായിട്ട് പോകുന്ന സഭയാണ്, നിങ്ങളുടെ സമയത്ത് എത്തണേ സഹോദരം, അല്ലെങ്കിൽ അത് മോശമാണ്. ഞാൻ വിളിച്ചു, ഞാൻ എത്തിയെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് എത്തിയെന്നൊക്കെ ചോദിച്ചു. സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഇന്നുണ്ടാവും. ഞാൻ മുന്നേ ഒരു കാര്യം അങ്ങ് പറയാം, അത് നിങ്ങൾ അംഗീകരിക്കണം. എനിക്ക് ഈ ആൾക്കാരെ ഇളക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വയം അങ്ങ് ഇളവാം. ദൈവവചനം കേൾക്കുമ്പോഴേ എഴുന്നേറ്റ് നിൽക്കുവോ, കൈയടിക്കുകയോ സ്തോത്രം ചെയ്യുമോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാനും ആ കൂട്ടത്തിലുള്ള ആളാണ്. എന്നെ ആരും നിർബന്ധിക്കേണ്ട. വചനം എന്നെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ ചാടിയ ഞാൻ എഴുന്നേറ്റ് എന്തെങ്കിലും കാണിക്കും. അതെൻ്റെ ശീലമാണ്. സ്തോത്രം. ഇത്രയും നേരം നമ്മൾ ദൈവത്തെ ആരാധിച്ചു. നമ്മൾ തമ്മിൽ സംഭാഷിക്കുകയാണ്. ദൈവവചനം സുവിശേഷം ലോകജാതികൾക്ക്, പരിശുദ്ധമാവ് രക്ഷിക്കപ്പെടുന്നവർക്ക്, വചനം രക്ഷിക്കപ്പെട്ടവർക്ക്. നാം ഇന്ന് പകൽക്കാലം വചനം കേൾക്കാൻ പോവുക. ഈ 21 ഫാസ്റ്റിങ്ങിൽ നിങ്ങളിവിടെ ഇരിക്കുന്നു. പച്ചക്കറി വാങ്ങാൻ പോകാത്തവരാരും ഇവിടെ ഇല്ല. സഹോദരന്മാരും ഒക്കെ പച്ചക്കറി വാങ്ങാൻ പച്ചക്കറി ശാലയിൽ പോകാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ പച്ചക്കറി കിലോയ്ക്ക് തൂക്കി തരും. നിങ്ങൾക്ക് പച്ചക്കറി തൂക്കി തരുമ്പോൾ അതിന് വില നിങ്ങൾ കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ പച്ചക്കറി ഇരിക്കുന്ന ത്രാസിൽ ഒരീച്ച വന്നിരുന്നാൽ നിങ്ങളുടെ സാധനത്തിൻ്റെ വില കൂടില്ല. നിങ്ങളുടെ പച്ചക്കറിക്ക് വില കൂടില്ല. ഇത്ര കിലോ ആയിപ്പോയി. എന്നാൽ സ്വർണം തൂക്കുമ്പോൾ അതേ ഈച്ച വന്നിരുന്നാൽ മാറ്റം സംഭവിക്കും. നിങ്ങൾ ആരെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് വിശേഷം. നിങ്ങളിപ്പോൾ ആരെ കൂടിയാണ് ഇരിക്കുന്നേ, അതാണ് നിങ്ങളുടെ വില മാറുന്നത്. നിങ്ങളുടെ വില മാറുന്നത് നിങ്ങൾ ഇരിക്കുന്ന ആരെടുത്താ എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയും നിങ്ങൾ ദൈവത്തോടു കൂടെയുമായിരിക്കുന്നു. നമ്മൾ എല്ലാ ദൈവഭക്തന്മാരുടെ അതരത്തിൽ കൂടി പൊഴിയുന്നത് ഉപവാസം എന്നാൽ എന്ത്? ആൻസർ ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളതാണ്. പരമസത്യമാണത്. എന്നാൽ കുറച്ചും കൂടി നീട്ടിപ്പരുത്തി ഞാനെന്ന് പറഞ്ഞാൽ എന്നോട് പിണങ്ങില്ല.
സർവശക്തനായ ദൈവം, യാഹ് എന്ന ദൈവം മനുഷ്യവർഗത്തിന് ആദ്യത്തെ കൽപ്പന കൊടുത്തത് ന്യായപ്രമാണമല്ല, ഭക്ഷണം എന്നുള്ള വിഷയത്തിലാണ്, ആഹാരം എന്നുള്ള വിഷയത്തിലാണ് ദൈവം മനുഷ്യനെ കൽപ്പന കൊടുക്കുന്നത്. ഇതെൻ്റെ ഈ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അരുതേ എന്ന് പറഞ്ഞ കൽപ്പന ആദ്യമായിട്ട് വിടുന്നത് ഭക്ഷണത്തിലാണ്. ഈ വിലക്കിൻ്റെ ആഹാരം കഴിക്കും മുന്നേ തേജസ് നഷ്ടപ്പെടുത്താത്ത മനുഷ്യന് ദൈവമായിട്ടൊരു വാസമുണ്ടായിരുന്നു, ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധവും ആ സഹവാസവും മനുഷ്യന് നഷ്ടമായത് ഭക്ഷണം എന്നുള്ള വിഷയത്തിലാണ്. കഴിക്കരുതെന്ന് പറഞ്ഞതിനെ കഴിച്ചപ്പോൾ നഷ്ടമായത് ദൈവത്തോടുകൂടെയുള്ള വാസം. ആ ഭക്ഷണം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റി ഇച്ചിരി ദൂരെ കൂട്ടിയെങ്കിൽ ഇന്ന് നാം അതിനെ മാറ്റിവെച്ചിട്ട് ദൈവത്തോടടുത്ത് വരുന്നു. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയ ഇസ് മീനിങ് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിയത് ഭക്ഷണമാണ്. ആ ഭക്ഷണത്തെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഉപവസിക്കുന്നതിനെയാണ് ഉപവാസം എന്നാൽ എന്ത്? ദൈവത്തോടുകൂടെ വസിക്കുന്നു. കുറച്ചുകൂടി മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഭാഗത്തിൽ നിന്ന് ഞാൻ മടങ്ങി വരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി? അതിനോടനുബന്ധിച്ചൊരു കാര്യം പറയാം. ആ 33-ാം അധ്യായത്തിലൊരു കാര്യം അത് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദൈവജനം എന്ന് പറയുന്ന നമുക്ക് ഒരു ആത്മീയത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവുണ്ട്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞോട്ടെ. ഈ കൈ കൊണ്ട് അറുക്കുന്ന വാള് ഒരിക്കലും വളഞ്ഞുപോയി. ഞാനതിനെങ്ങനെ നോക്കിയിട്ടും നിവർന്നു വന്നില്ല. ഞാൻ ചുറ്റിക കൊണ്ട് അതിനെ തല്ലി നേരെയാക്കാൻ ശ്രമിച്ചു. കുറേ അടിക്കുന്നു, പിന്നെ നോക്കുന്നു, ലെവലായില്ല, പിന്നെയും തട്ടുന്നു. 4-5 തട്ട് കൂടിപ്പോയി. ഒടുവിൽ നോക്കിയപ്പോൾ ഈ തുണി പോലെയായി. പിന്നെ അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ പറ്റിയെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഞാനൊരു പരിജ്ഞാനമുള്ള അറിവുള്ള ഒരു മനുഷ്യനെ ചോദിച്ചു, ഇതിനെന്താ പറ്റിയേ? ഇപ്പം എന്നെ ചോദിച്ചു, ഇയാളതിനെ തട്ടിയോ? തട്ടി. എത്ര തട്ട് തട്ടി? കുറേ തട്ടി. അതിൻ്റെ ടെമ്പറിൽ അടികൊണ്ടിരിക്കുക. അതിൻ്റെ ടെമ്പറിൽ അടികൊണ്ടിരിക്കുക. ആ ടെമ്പറെല്ലാം ആ വാളിന് ബലം കൊടുക്കുന്ന ടെമ്പർ പിടിച്ചു നിൽക്കുന്ന ഏതോ ഒരു മാർമിക സ്ഥലമുണ്ടായിരുന്നു. നമുക്കറിഞ്ഞൂടാ. തട്ടുകൊട്ടി അതങ്ങ് ബലം പോയി. നമ്മളും അങ്ങനെയാ. നമ്മളെ കോഡ് പോയാൽ എല്ലാം പോയി. സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു ആത്മീയ നിലനിൽപ്പുണ്ട്. ചിലപ്പോൾ സഹായം ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ സുവിശേഷം അറിയിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പറയുന്നത് എന്തായാലും ഇത് നിങ്ങൾ വെളിയിൽ പറയരുത്, സാക്ഷ്യത്തിലും പറയരുത്. എന്തുകൊണ്ട്? അത് ദൈവമായിട്ട് നാം സ്ഥാപിക്കുന്ന ഒരു രഹസ്യ ബന്ധമാണ്. അതൊരിക്കലും പറയില്ല. എക്സാമ്പിൾ, ഞാനിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു, ഞാൻ എൻ്റെ ഭാര്യയോട് പറയില്ല. എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. ഞാൻ എൻ്റെ ഭാര്യയോട് പറയില്ല. ഞാൻ ആ മനുഷ്യനെ കണ്ട് ഞാനൊരു ഇത്ര രൂപ കൊടുത്തു കേട്ടോ, ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് കൈയടി വാങ്ങാനാണോ അത് പറയുന്നത്? പറയരുത്. അത് യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നതാണ്. സ്തോത്രം. ഒരിക്കൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളോട് ഹൃദയത്തിൽ പ്രേരിപ്പിച്ച് ചെയ്യുന്ന കാര്യം പറയരുത്. 2, നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയരുത്. ചിലവർ പറയും, ഒരിക്കൽ ഞാൻ കേട്ടു, നല്ലൊരു ആൻറ്റിയാണ്, നല്ലൊരു സുവിശേഷകയാണ്, ഒരു 12-1 മണിയായപ്പോൾ ഒരു യോഗത്തിന് വേണ്ടി, കൺവെൻഷൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, ഇത്രയും മണിയെ കിടന്നൂടെ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമായതേ ഉള്ളൂ. ആ വാക്ക് കേട്ടു. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയം. അപ്പോൾ അവരുടെ രഹസ്യം പുറത്ത് വന്നു കഴിഞ്ഞു അല്ലേ? രഹസ്യം പുറത്ത് വന്നു കഴിഞ്ഞു. ആരോടും പറയല്ലേ. അങ്ങ് കല്ലുവാതുക്കൽ, കൊല്ലം കല്ലുവാതുക്കൽ, അവിടെ നിന്നൊരു സുവിശേഷകൻ, കൊട്ടാരക്കര ഏതോ ഒരു വലിയ സഭയുടെ അസിസ്റ്റൻ്റ് ശുശ്രൂഷകനാണ്. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ഇന്നതുപോലെയുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കള്ളന്മാരൊക്കെ ഉള്ളത് ഞാൻ ചോദിച്ചു, ഇയാൾക്ക് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? അത് നെടുമങ്ങാട്
വിതുരയെന്ന് ഇന്ന ദൈവദർശനം തന്നതാ, കറക്റ്റ്. ഇനി കാര്യം പറയൂ. അത് പാസ്റ്റർ, ഞാൻ കൊട്ടാരക്കര 10,000 പേര് കൂടുന്ന എന്തോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു വലിയ സഭയുടെ അസിസ്റ്റൻ്റാണ്. അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഞാൻ നോക്കിയാലും എൻ്റെ ശുശ്രൂഷ വെളിപ്പെടില്ല. അതുകൊണ്ട് ഈ ദൈവദാസൻ പറഞ്ഞ നിങ്ങളെ കൊണ്ടത് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് തെറ്റ് പറ്റിയിടും, ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും ഇയാൾ ശുശ്രൂഷ കയറി വരില്ല. ആര് പറഞ്ഞു? ഞാൻ പ്രാർത്ഥിച്ച ഇയാൾ ശുശ്രൂഷ വെളിപ്പെടില്ല. ഇയാളൊരു 10 നിമിഷം സൈലൻ്റ്, മറുഭാഗത്തൊന്നും കേൾക്കാൻ പാടില്ല. ഹലോ, ഓ പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഞാനൊരു മാർഗം പറയാം, അയാൾ കേൾക്കാം. ഞാൻ പറഞ്ഞ 4 യാമത്തിൽ 2-ാം യാമോ 3-ാം യാമമോ ഇയാളെ തിരഞ്ഞെടുത്തിട്ട് ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് താങ്കൾക്ക് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ പ്രാർത്ഥിക്കുക. ഇയാൾ എടുക്കുന്ന സമയം എന്നോട് പറയണ്ട, അത് ഇയാളെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. 30 ദിവസം പ്രാർത്ഥിച്ചിട്ട് 31-ാം ദിവസം എന്നെ ഒന്ന് വിളിക്കുമോ? ഓ, 1 ആഴ്ച 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് വിളിക്കുകയാണ്, പാസ്റ്ററെ ഞാൻ ഇപ്പം ഭംഗിയായി ശുശ്രൂഷിക്കണം. ഞാൻ ഇതാ കുഴപ്പം, നിനക്ക് പ്രാർത്ഥനയില്ല. ഇയാൾക്ക് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ് ഇയാൾ ശുശ്രൂഷ വരാത്തത്. ഇപ്പം മനസ്സിലായോ? അല്ലാതെ ആരേണ്ടതിനെ കുറിച്ച് ഇല്ലയോ, ഞാൻ പണം തരാം, ഈ അധികാരം എനിക്കും കിട്ടേണ്ടതിന്. സ്തോത്രം. ദൈവസന്നിധി അധ്വാനിക്കണം. പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട്, അല്ലയോ? ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്, അല്ലേ മക്കളെ? ഒരു ദിവസത്തിൽ 24 മണിക്കൂർ. 24 ഗുണം 7 സമം എത്ര മണിക്കൂറായി മക്കളെ? കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. കറക്റ്റ് കിട്ടിയില്ലേ? എത്രയായി? എത്ര മക്കളെ? ഞാൻ കേട്ടില്ല. എത്ര? 168 മണിക്കൂറുണ്ട്. താങ്ക് യു. നിങ്ങളുടെ ആലയത്തിൽ ഞായറാഴ്ച പ്രാർത്ഥന എത്ര മണിക്കൂറാണ്? രാവിലെ 10 മുതൽ എത്ര മണിയാണ്? 1 മണി വരെ ആയിരിക്കും അല്ലേ? 11, 12, 3 മണിക്കൂർ വെച്ചോ. ഈ 3 മണിക്കൂർ സമയമാണ് ദൈവസന്നിധിയിൽ വരുന്നത്. 168 3 പോയ ബാക്കി എത്രയുണ്ട്? അതും ഇനി കൂട്ടും. ഇത്രയും സമയം നിങ്ങൾ ലോകത്തിലാണ്. ഇതിൽ ആരെ ജയിക്കും? ഇതിൽ നിങ്ങൾ ആരെ ജയിക്കും? 68, 59, 159 മണിക്കൂർ. ഈ 3 മണിക്കൂറിന് ജയിക്കുമോ? ഈ 3 മണിക്കൂർ 159 മണിക്കൂറിന് ജയിക്കുമോ? അതിനെ ജയിക്കണമെങ്കിൽ ഈ 3 മണിക്കൂർ എത്ര ശക്തമായിരിക്കണം, എത്ര പവർഫുൾ ആയിരിക്കണം. അവൻ മല്ലനാ, അവന് ജയിക്കണ്ടേ. ഞാൻ പറഞ്ഞു വന്നത്, ഈ 3-ാം അധ്യായത്തിൽ ഇവരെ തകർക്കാൻ പിശാച് നോക്കിയപ്പോൾ പിശാച് ചെയ്തത്, ഈ തോട്ടത്തിൽ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വാസ്തവമായി തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? അന്നേരം പറയുകയാണ്, തിന്നുക മാത്രമല്ല തൊടുക പോലും അരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞേക്കുക. അപ്പൊ പരമരഹസ്യം കൈമാറി. അങ്ങനെയാണ് സാത്താൻ രഹസ്യം കൈ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഇവരെ തകർക്കാൻ അപ്പോഴൊരു ഡിസോർഡർ വരുത്തി. നിശ്ചയം മരിക്കത്തില്ല. ആ രഹസ്യം പോയിട്ടല്ലേ? ഷിമിഷോന്റെ ജഡം കൂടി പോയത് എങ്ങനെയാ? അവൻ എത്ര പ്രാവശ്യം നുണ പറഞ്ഞു? ജഡ പോയോ? ഇല്ല. ജഡ പോയത് എപ്പോഴാ? രഹസ്യം വിട്ടുകൊടുത്തപ്പോഴാ. ഒരു വലിയ മനുഷ്യൻ, അത്യന്തമായി കൃപയുള്ളവൻ, ദാരുണമായി നശിച്ചു പോവുകയാണ്. മുടിയല്ല വെട്ടിയത്, കൃപയാ. ആ കൃപയാണ് ബാർബർ ഷോപ്പറിനെ കൊണ്ടുവന്ന് അർത്ഥം മാറ്റിച്ചത്. ഒരാളെ വരുത്തിച്ചു അതിനെ മാറ്റിയെന്ന് എന്ന് പറഞ്ഞ കൊത്തമേശ്ശേരി ആയിരിക്കുമോ മുടി വെട്ടാൻ വന്നത്? മുടിയുമായിട്ട് ബന്ധപ്പെട്ടവനായിരിക്കത്തല്ലോ. ആ മനുഷ്യൻ ഉറങ്ങി കിടക്കുമ്പോൾ അവൻ അറിയാതെ, മുടിയല്ല ജടയല്ലേ, മുരിങ്ങയ്ക്ക പോലെ ഇരിക്കുകയല്ലേ, അതിനെ അർത്ഥം മാറ്റണമെങ്കിൽ അത് വിദഗ്ധനായിരിക്കണം. ഉറക്കമണിക്കുക ചെയ്യണ്ടേ? ഞാനത് ഭാഗം വായിച്ചപ്പോൾ കരഞ്ഞുപോയി. മനുഷ്യൻ്റെ കൃപയാണ് കണ്ടിച്ചു മാറ്റിയത്. അരുതാത്ത ബന്ധങ്ങൾ, അരുതാത്ത കൂട്ടുകെട്ടുകൾ, അരുതാത്തതായ ആ ബന്ധങ്ങൾ മക്കളെ നിങ്ങൾ സ്ഥാപിക്കരുത്. ഒരിക്കൽ പോലും സ്ഥാപിക്കരുത്. നിങ്ങളുടെ എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ ആത്മീയ രഹസ്യം വിട്ടുകൊടുക്കരുത്. നിങ്ങളൊരു രഹസ്യ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആരോടും പറയരുത്. ഭാര്യ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടാ വാ എന്ന് പറയരുത്. താങ്കൾ പൊക്കോണം.
സഹോദരൻ, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എടി നീ എഴുന്നേക്ക്, നമുക്ക് പ്രാർത്ഥിക്കെന്ന് പറയരുത്. അദ്ദേഹത്തിന് നിയോഗമില്ല, താങ്കൾക്കാണ് നിയോഗം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, മഹാത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഈ 34-ാം അധ്യായത്തിൽ അറിയാം, നിങ്ങളത് നോക്കിയെന്ന് വേണ്ട, ഞാൻ പറയുമ്പോൾ നോക്കിയാൽ മതി. കയ്യിന് ഹാബേലും കൂടി ഒരു യാഗത്തിന് പോയെന്ന് നമ്മൾ വായിച്ചു. പക്ഷെ കയ്യിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. ഞാൻ 90 മുതലും രക്ഷിക്കപ്പെട്ടത്. ആ സമയത്തൊക്കെ ഞാൻ ചില അപ്പച്ചന്മാരെന്ന് കേട്ടിട്ടുണ്ട്, പടവളങ്ങ, വെള്ളരി, അങ്ങനെയൊക്കെ ചില തെറ്റ് പറയില്ല കേട്ടോ, അങ്ങനെയൊക്കെ പണ്ടൊക്കെ കുറച്ച് ബാലിശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്ന് കേട്ട് വളർന്നതാണ്. അങ്ങനെ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോയി യാഗത്തിന് വെച്ചത്. അത് ചലിച്ചില്ല, അനങ്ങിയില്ല, വിളിച്ചില്ല, അങ്ങനെയൊക്കെ കുറേ വ്യാഖ്യാനങ്ങൾ. പണ്ടൊരു പാസ്റ്ററെ ആദിയിൽ ദൈവാകാശവും ഭൂമി ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആദിയിലാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ദൈവത്തിന് ആദി കയറി ഉണ്ടാക്കിയെന്നുള്ള വ്യാഖ്യാനം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ പണ്ട് എന്താണ്, സാമ്പാർ വയ്ക്കാനുള്ള സാധനമൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെന്താണ്, ഒന്നാം തരം ഫ്രൂട്ട്സുകൾ, അങ്ങനെ ഫലവത്തായ മേറ്റരമായ സാധനങ്ങളെ കൊണ്ടുവച്ചു. പക്ഷേ അദ്ദേഹം ഇളയവൻ കൊണ്ടുവന്നത് ആടായതുകൊണ്ടും ഇദ്ദേഹം കൊണ്ടുവന്നത് കൃഷിഫലമായതുകൊണ്ടും ഇത് തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണോ അനുഗ്രഹം കിട്ടാത്തത്? അതൊരു മറുപടി ദൈവമക്കളെ, യഹോവ തന്നെ പറഞ്ഞു, നീയും നന്മ ചെയ്തിരുന്നെങ്കിൽ. ഞായറാഴ്ച ഇറങ്ങിപ്പോയിട്ട് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി താങ്കൾ ഏത് വഴി സഞ്ചരിച്ചു? ജീവിതം എങ്ങനെയായിരുന്നു? ഞായറാഴ്ചയോടെ താങ്കളുടെ വലിയ സ്തോത്രക്കാഴ്ചയും വലിയ പിടിയരിയും വലിയ അതേ ദശാംശങ്ങളും കൊണ്ടുവന്ന ഈ ആലയത്തെ സന്തോഷിപ്പിക്കാൻ, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ താങ്കൾ ചിന്തിക്കുന്ന ചിന്തയുണ്ടല്ലോ, ദൈവം നോക്കുന്നത് കഴിഞ്ഞ 6 ദിവസം താങ്കൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാ. എന്റെ യാഗപീഠത്തെ ചവിട്ടുവാൻ തക്കണം നിന്നോട് നിന്റെ യാഗത്തെ ചോദിച്ചതാരെന്നാണ് ദൈവം ചോദിക്കുന്നത്. എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് അനുഗ്രഹം. 2 വെള്ളിക്കാശ് വിട്ട് വിധവയ്ക്ക് സമൃദ്ധിയായ ഒരു അനുഗ്രഹം കിട്ടിയെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വലുതിലല്ല നിങ്ങളുടെ അനുഗ്രഹം. നിങ്ങൾ ഞായറാഴ്ച ദൈവത്തിന്റെ ദാസന്റെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൈവപ്പോടുകൂടി ഈ ആലയത്തിന്റെ കട്ടളപ്പൊടി കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ പുസ്തകം പറയുന്നു, ജനം ബോധിച്ച വഴിക്ക് സഞ്ചരിച്ചു. 4 മണിക്കൂറും പാസ്റ്റർ പറഞ്ഞ ശരിയാ. കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ പോയി, വലിയ സഭ, ഇതുപോലൊരു സഭ. പക്ഷെ പ്രസംഗിച്ചത് ഏകദേശം 1 മണിക്കൂർ എങ്ങനെയാണ്. അത്രയും ആരാധന, 10ഓ 15ഓ പാട്ട് പാടിയെന്ന് തോന്നുന്നു. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് തെറ്റ് പറയുന്നില്ല. ആരാധിച്ചതിന് ശേഷം ഈ ആരാധിച്ചവരും ആരാധിപ്പിച്ചവരും അല്ലയോ ഏതിലെ സഞ്ചരിക്കൂ എന്നുള്ളത് കയ്യിൻ്റെ ഹാബേലിൻ്റെയും വാക്കുകൾ, ജീവിതങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്കൊരു ജീവിതം ആണ്. ഹല്ലേലൂയ. ഇവിടെ നടക്കുന്നതായ ചില ആരാധന നടപടിക്രമങ്ങളോട് ചേർന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാകുന്നു എന്നുള്ളത് വളരെ വിശേഷമാണ്. അത് നമ്മൾ ചിന്തിപ്പിക്കണം ദൈവമക്കളെ, വളരെ ചിന്തിപ്പിക്കണം. ഹല്ലേലൂയ. അതിന് ഒരു കാര്യം കൂടി പറയാം. ഈ അന്യായ ബന്ധങ്ങളെ അഴിക്കുക എന്ന് വിഷയം 58 നിങ്ങൾക്ക് നല്ല പരിചിതമാണ് ആ വചനമൊക്കെ. അതിനകത്ത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്നൊരു പദമുണ്ട്. ആ ഒറ്റ പദം ഞാൻ പറയാം. അന്യായം ചെയ്യുമ്പോൾ ബന്ധിക്കപ്പെടും, അന്യായം പറയുമ്പോൾ ബന്ധിക്കപ്പെടും. അന്യായം മുഴുവനും സാത്താന്റെയാണ്. അന്യായം പറയുമ്പോൾ ബന്ധിക്കപ്പെടുമെന്നുള്ള സംശയമുള്ള കാര്യമാണ്. അപ്പൊ ഈ അന്യായ ബന്ധനം എങ്ങനെയാണ് അഴിക്കുന്നത്? യേശു അഴിക്കൂ? ഇല്ല. പാസ്റ്റർ അഴിക്കൂ? അദ്ദേഹത്തിന് ഒട്ടും സമയമില്ല. പിന്നെ വന്ന പാസ്റ്റർ, എനിക്ക് അതിനേക്കാൾ സമയമില്ല. ആരഴിക്കും? ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന്. സ്വത്രം. താങ്കളുടെ ജോലി നിങ്ങൾ ആരാധിച്ചോ? ശരിയാണ്. എപ്പോഴാണോ ദൈവദാസന്റെ വാക്കുകൾ ഇത്ര മണിക്ക് ആരാധനയെങ്കിൽ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് പ്രാർത്ഥന ഇതിനൊക്കെ നടത്തണം. 10 മണിക്ക് ആരാധനയെങ്കിൽ 9:30 വന്ന് അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 10 മണി മുതൽ ഇവിടുത്തെ ആരാധന നടപടിക്രമങ്ങൾക്ക് സഹകരിക്കണം. അന്നേരം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ സമയമെടുക്കരുത്. അത് ഡിസോർഡറാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ആലയത്തിൽ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആരാധന ക്രമങ്ങളുണ്ട്.
അത് നിങ്ങൾ സഹകരിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ അരമണിക്കൂർ മുന്നേ വരണം. നിങ്ങളെ ആരും ശല്യം ചെയ്യില്ല. നിങ്ങൾക്ക് വരുന്നിരിക്കാം, പ്രാർത്ഥിക്കാം. യാഗപശുവിനെ യാഗപീഠത്തിന് കൊമ്പുകളോളം കയറുകൊണ്ട് കെട്ടണം. ഇന്നേ പകലില് ഞാനിതെല്ലാം മുഖവരയായി പറയുന്നതാണ്. ദൈവം നിങ്ങളെ വളരെ സഹായിക്കട്ടെ. ഈ ഉൽപ്പത്തി 1-2 അധ്യായത്തിലൊക്കെ ഒരു കാര്യം, ഈ ആദാമിനെ നിർത്തിയിട്ട് സകല ജീവജന്തുക്കളെയും വരുത്തി, അല്ലേ സാറേ, വരുത്തിയിട്ട് അവയ്ക്ക് എന്തു പേരിടുമെന്ന് കാണേണ്ടതിന് നോക്കി ദൈവം നിന്നു. പക്ഷെ ഞാൻ അതിനൊരു മാർമീയ വശം ഞാൻ കണ്ടെത്തിയതല്ല. എൻ്റെ മകൻ്റെ പ്രസംഗത്തിൽ ഞാൻ എടുത്തതാ. അതുവരെ ഞാൻ ഓരോരുത്തർ നിന്ന് കേട്ടിട്ട് എൻ്റെ മകൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ആശയം കിട്ടിയത്. അവരൊരിക്കൽ ചർച്ചിൽ പ്രസംഗിക്കുകയാണ്. ആദാമിന് പേരിടാൻ വേണ്ടി പറഞ്ഞിട്ട് ആദാം എല്ലാവർക്കും ഇങ്ങനെ പേരിടുക, ആണും പെണ്ണുമായി പൂവനും പിടയായി വന്ന് എല്ലാവർക്കും പേരിടുക. പക്ഷെ ഈ സമയത്ത് ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവത്തിന്റെ വാക്കനുസരിച്ച് ജോലി ചെയ്യുന്നവന് വേണ്ടി ദൈവം കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാമെന്ന് കരുതുകയാണ്. ദൈവം താങ്കളോട് പറഞ്ഞ കാര്യം താങ്കൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് ചിന്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം പറഞ്ഞതിൽ വിശ്വസ്തനായിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. നമ്മുടെ ജോലി കഴിയുമ്പോൾ, അല്ലയോ, എല്ലാ പേരും ഇട്ട് കഴിഞ്ഞപ്പോഴും ഇങ്ങ് വിളിച്ചിട്ട് വാ നമുക്കൊരു ഓപ്പറേഷൻ നടത്താം. അദ്ദേഹത്തിന് വേണ്ടി കരുതിയില്ലേ? നിങ്ങൾക്കറിയോ, നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മറുസൈഡിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. വളരെ പരിചിതമായ ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ഈ അർദ്ധരാത്രിയിലൊരു സ്നേഹിതൻ വന്നില്ലേ സാറേ? വന്നു. വിളമ്പിക്കൊടുക്കുവാൻ ഒന്നുമില്ല. 2 ഭാഗത്തെ ദൂത് ഞാൻ പ്രകാശിപ്പിക്കും ആ ഒറ്റ വാക്കില്. സ്നേഹിതന്റെ അടുക്കൽ ഒരു സ്നേഹിതൻ വരികയാണ്. രാത്രിയിലെ വന്നത്. ആ രാത്രി അർദ്ധരാത്രി മറന്നു പോകല്ലേ. ഇതിനകത്ത് ആരോഗ്യവും സുവിശേഷ വിലയ്ക്കുള്ളവരെ നിങ്ങൾ കാണുന്നു. സഹോദരം, സുവിശേഷ വിലയ്ക്ക് പ്രകാശം ലഭിച്ച ആരോഗ്യം ഇതിനകത്തുണ്ട്. സഹോദരം, ചിലപ്പോൾ അവർക്ക് വേണ്ടി പറഞ്ഞതാ. അർദ്ധരാത്രി സ്നേഹിതൻ വന്നു. അന്നേരം അവിടെ കറക്റ്റ് പറയുകയാണ്, വിളമ്പി കൊടുക്കാനൊന്നും ഇല്ല. ചായക്കടയിൽ പോയെന്നല്ല പറഞ്ഞേക്കണേ, അല്ലയോ, റെസ്റ്റോറൻറ്റിൽ പോയെന്നല്ല, തൻ്റെ സ്നേഹിതൻ്റെ അടുക്കലേക്ക് പോയി. അപ്പൊ ഞാൻ ഹൈലൈറ്റ് പറയാം. വന്നവൻ അർദ്ധരാത്രിയിൽ വന്നു. ഇവന്റെ അടുക്കൽ വന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ല. അവിടെ നമ്മൾ പിടിക്കണം, ആ വചനം അവിടെ പിടിക്കണം. എന്നറിയാമോ? അർദ്ധരാത്രിയിൽ വരുന്നവന് വിളമ്പിക്കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് സമ്മതിക്കണം. ചിലപ്പോൾ ഇയാൾ PhD എടുത്ത ആളായിരിക്കാം, അല്ലയോ, അച്ഛന്മാരെ പോലെ 7 വർഷവും 12 വർഷവും ഹൈസ്കൂളിൽ പഠിച്ച ആളായിരിക്കാം. അത്ര മിടുക്കനായാലും ശരി തന്നെയാണ്. എൻ്റെ വീട്ടിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം പകല് വരുന്നവർക്ക് വിളമ്പാനാ. ഇരുട്ടത്ത് തപ്പി വരുന്നവന് കൊടുക്കാൻ നിന്റെ പക്കലില്ല എന്ന് സമ്മതിക്കുമ്പോഴാണ്. അങ്ങനെ സമ്മതിക്കുന്നവന് ഓടും എന്ന് നേരം വെളുത്തിട്ടില്ല, അതേ രാത്രി പോയി തട്ടും. ദാണ്ട ഒരുത്തൻ ഇരുട്ടത്ത് വന്നേക്കുക, അവന് കൊടുപ്പാൻ എൻ്റെ പക്കലില്ല, അവന് കൊടുപ്പാൻ എൻ്റെ പക്കലില്ല. എഴുന്നേക്ക്, എനിക്ക് വായ്പ വേണം. പക്ഷേ കൊടുത്തില്ല, തുറക്കാൻ പറ്റില്ല, അടച്ചേക്കുക. കുട്ടികൾ കൈവെള്ളി കിടന്ന് ഉറങ്ങുക. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അപ്പം ഇല്ല എന്നല്ല. പക്ഷേ ഞാൻ വളരെ ചിന്തിച്ച്, കർത്താവേ, ആ സമയത്ത് ദൈവം എനിക്ക് തന്ന ആശയമാണ്, ഇരുട്ടത്ത് വരുന്നവനാണ് അവൻ, ഏത് പാപിയുമാകട്ടെ, അവന് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ സമ്മതിക്കണം. 10, 25, 30 വർഷത്തെ ശുശ്രൂഷ പാരമ്പര്യം ഞങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഒരുത്തം വന്ന് അവന് കൊടുക്കാൻ പക്കലൊന്നും ഇല്ല. ഇത് എപ്പോൾ സമ്മതിക്കുമോ അവനാണ് സുവിശേഷകൻ. അവന് ഡിഗ്രി ഒന്നും പറ്റില്ല, അതെല്ലാം പകല് വരുന്നവർക്ക് വിളമ്പാനാ. അവൻ ചെന്ന് മുട്ടി. ഇല്ല എന്ന് പറഞ്ഞിട്ടും സ്നേഹിതനാകയാൽ മുട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിക്കുന്നു, എത്ര സമയം മുട്ടി അറിയില്ല. പക്ഷേ അകത്ത് എഴുന്നേൽക്കുന്നു, കേട്ടോ, നീ മുട്ടണ്ട, ഞാൻ എഴുന്നേക്കാം എന്നും മറുപടിയില്ല. മുട്ടിട്ടേയിരുന്നു. എത്ര സമയം അറിയില്ല. പക്ഷേ പ്രതീക്ഷയോടെ മുട്ടിയപ്പോൾ അകത്തൊരു പണി നടക്കുക. കൈവെള്ളെ കിടന്ന് ഉറങ്ങിയ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ മെല്ലെ മെല്ലെ നീക്കുക. ഇവിടെ ഇരുന്ന് ഉപവസിക്കുമ്പോൾ അവിടെ കരുക്കൾ നീക്കുക. സ്വർഗത്തിൽ
നീ ഇവിടെ ഇരുന്ന് ഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില ചലനങ്ങൾ നടക്കുക, നിനക്ക് വേണ്ടി അവിടെ മെല്ലെ മെല്ലെ കാര്യങ്ങൾ നീക്കുകയാണ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ മുട്ടുമ്പോൾ മിണ്ടാതിരിക്കുന്ന ദൈവത്തെയല്ല നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വേണ്ടി കരുണയോടെ എഴുന്നേൽക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ! ആ ദൈവം നമ്മുടെ ദൈവം തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സാത്രം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്നു. മേഘയുടെ പ്രവചനം 7-ാം അധ്യായം 19-ാമത് വാക്യം. അവിടുന്ന് നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെയും ദൈവം സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. ഇനി നിങ്ങൾ വായിക്കൂ. വീണ്ടും കരുണ കാണിക്കും. ഹല്ലേലൂയ പറ. നല്ല ദൈവമേ, വിശ്വസ്ത പിതാവേ, ഈ നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകി, ആയുസ്സുണ്ട്, ആരോഗ്യം നൽകി, ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് നടക്കുന്ന യോഗ പരമ്പരകളിൽ കടന്നു വന്ന് ഇന്നും ഞങ്ങൾക്കൊരു പങ്ക് വഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. അടിയനെ ശുശ്രൂഷയ്ക്കായി ദൈവം ക്ഷണിച്ചല്ലോ, നന്ദി കൊണ്ട് വരണേ. ഈ വചന ശുശ്രൂഷ ദൈവം ഏറ്റെടുക്കണമേ. എൻ്റെ നാവും അങ്ങയുടെ ശബ്ദവുമായി മാറണമേ. കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ആഴത്തിൽ പതികട്ട് ദൈവമേ, അങ്ങയുടെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടണമേ. അങ്ങയുടെ സാന്നിധ്യം നടകൊള്ളണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയ്ക്കുന്നതിനാൾ സാധനം അടിയനെ ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഒരിക്കൽ കരുണ കാണിച്ചിട്ടുണ്ട്, പക്ഷെ വീണ്ടും കരുണ കാണിക്കണമെങ്കിൽ വീഴണം, അല്ലെങ്കിൽ തകരണം. സ്വത്രം. എൻ്റെ ജീവിതത്തില് ഇന്നലെയാണെന്ന് തോന്നുന്നത് ഒരു സംഭവം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ 14-ാം തീയതി 15-ാം തീയതി ഇതുപോലെ മീറ്റിംഗ് നടക്കുന്ന ഒരു വലിയ സഭയിൽ ശുശ്രൂഷിക്കാൻ പോയി. എൻ്റെ വാക്കുകളെ കേട്ടിട്ട് ആ മനുഷ്യൻ പിറ്റേ ദിവസം എൻ്റെ ചർച്ചിലോട്ട് വന്നു. ഇതിൻ്റെ ആത്മീയ രഹസ്യം പിടിക്കാനാണ്. ഞാൻ പാസ്റ്റർ ഇന്ന വാക്ക് കേട്ട് വല്ലാതെ ഭയന്ന് ഞെട്ടി. ഞാൻ ചിന്തിച്ച് എനിക്ക് ഒരു പിടിയും കിട്ടാതെ ഞാൻ വന്നേക്കുക. പാസ്റ്റർ എനിക്ക് അതിനൊരു പരിഹാരം കാണിച്ചു തരണം. ഞാൻ പറഞ്ഞ അന്നേരം ചോദിച്ചാൽ മതി, ഇങ്ങ് വരണ്ടായിരുന്നില്ല. സഹോദരം, നിങ്ങൾ നാളെ ബസ് കയറി എൻ്റെ വീട്ടിൽ വരണ്ട, ചർച്ചയിൽ വരണ്ട, ഫോൺ ചെയ്യണ്ട, നമ്പരും തരില്ല. സഹോദരം, എനിക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതെന്താ പാസ്റ്ററെ? അതെ, ഈ പനിക്കും ചുമയ്ക്കും നെഞ്ചുവേദനയ്ക്കും നടുവേദനയ്ക്കൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഏത് വലിയ ഞാൻ പ്രവാചകനല്ല, ഏത് വലിയ പ്രവാചകൻ ഇവിടെ വന്നാലും ബൈജു ബാലകൃഷ്ണൻ എന്ന് നിങ്ങളുടെ ദൈവദാസൻ്റെ അപ്പുറം പ്രവാചകനില്ല. നിങ്ങളുടെ പാസ്റ്റർ വലിയ പ്രവാചകനെന്നല്ല, വരുന്നവരെ കയ്യിലൊക്കെ ഇലയാ. ചില ഇപ്പം പൂവും കാണും, പക്ഷെ പുള്ളി നിങ്ങളുടെ വേരും വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവരൊക്കെ വന്നിട്ട് നിങ്ങളെ ഇലയും പൂവും പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിലിരിക്കണം നിങ്ങളുടെ വേര് പറയും. വേര് കണ്ടിട്ട് ഇത് ലളിതരാണല്ലോ, ഇത് ക്രിസ്ത്യനരാണല്ലോ വിളിച്ച് പറയും. വേര് കണ്ടാൽ മതി, കറക്റ്റാ പറയും. അതാണ് സഭാ പാസ്റ്ററുടെ ഒരവസ്ഥ. ഇനി ഇവിടെ നിൽക്കുന്നൊരു ദൈവദാസനെ, ഒരു സഹോദരി നോക്കി, ഒരു മോനെ നോക്കി ഒരു ദൂത് പറയട്ടെ, കൃത്യമായി പിടിക്കും ഇത് ശരിയോ തെറ്റോ. കാര്യം എന്താ? പുള്ളിയുടെ വേരിരിക്കുക. സ്വതന്ത്രം. നമ്മുടെ കോവളത്ത് ഇമ്മാനുവൽ ക്രൂസർ എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ കുഞ്ഞുമോൻ ക്രൂസർ നടത്തി. അന്നേരം അവിടെ അങ്ങ് വടക്കുന്നത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു വലിയ പ്രവാചകനെന്ന് പറയുന്നു. വന്ന് എന്നെ കണ്ടപ്പോൾ ഈ സംഘാടകരെ ഇവിടെ സ്റ്റേജിൽ കൊണ്ടിരുത്തി. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി, അവളിച്ചിരി തൊലിയൊക്കെ നിറവുള്ളതാ. അതൊക്കെ ആണക്കട്ടെ, സായിപ്പ് വന്നിട്ട് പോയ കാര്യം അന്ന് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വെളുത്ത പെണ്ണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു മനുഷ്യൻ, ഇവിടെ ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ പിന്നെ ഇവൻ്റെ കൂടെ അങ്ങ് ജീവിച്ചളഞ്ഞു. പിന്നെ തൊണ്ട ഫ്രണ്ടിലുള്ള ഭർത്താവ് ഒരുത്തൻ്റെ കൂടെ അങ്ങ് സ്വീകരിച്ചു. മറ്റവൻ വന്നപ്പോൾ ആളില്ല, അടുത്ത വീട്ടിലായി. അപ്പം ചിന്ന വേറെ കിട്ടി. അപ്പോൾ ഇവക്ക് ബന്ധക്കോസൊന്നും ഇഷ്ടമല്ല.
ഇപ്പോൾ ഇതെന്താണ് ഇങ്ങനെയൊക്കെ നടക്കണേന്ന് ഇവൾ ചിന്തിച്ച് എല്ലാവരോടും ചോദിക്കും. അപ്പോൾ ഈ പാസ്റ്റർമാരൊക്കെ എന്താ ഈ പറയണമെന്ന് കേൾക്കാൻ വേണ്ടി ഇവൾ ഈ കൺവെൻഷന് വന്ന് ഞാൻ കണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കണേ ഞാനും കണ്ടപ്പോൾ ഞാൻ ഈ സഹോദരി വന്നു, സന്തോഷം, മാനസാന്തരപ്പെടട്ടെ. അപ്പോൾ ഈ ദൈവദാസന് ഓടിച്ചെന്ന്, ഇതിപ്പോൾ കാണാൻ കൊള്ളാൻ പൊക്കമുണ്ട്, ഇച്ചിരി സൗന്ദര്യമുണ്ട്. വിളിക്കപ്പെട്ട ദൈവദാസിയെ, നിന്റെ നിലവിളി ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നീ കഴിഞ്ഞ 6 മാസം കൊണ്ട് എൻ്റെ സന്നിധി നിലവിളി. എവിടെ അവള് പോവില്ല, അവള് പോണ അമ്പലത്തിലാണ്. ദൂതെല്ലാം അടിച്ച് വിട്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഒരു മുഴപ്പിച്ച് പുള്ളി പിന്നെ സ്റ്റേജേ കയറിയില്ല. അവിടെ നിന്ന് കറങ്ങിയിട്ട് പാസ്റ്റ് വിട്ടിപ്പോൾ കളഞ്ഞു. എന്നെ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കണേ. ഇവിടെ വേരം വെച്ചോണ്ടിരിക്കുക. ഇവിടെ സകല വരെ രഹസ്യം അറിയാമെന്ന് വേഗം മനുഷ്യനെ ദൈവം കഴിഞ്ഞ ശരിയല്ലേ? സത്യം പറ, നിങ്ങൾ എൻ്റെ സഭയിൽ വാ, ആള് കുറവാ, എല്ലാ രഹസ്യവും എനിക്കറിയാം. എവിടെ ചാടി, ഏത് കല്ലേൽ ഇടിച്ചു, ഏത് മരത്തെ തൂങ്ങി, ഏത് ഇല പറിച്ച് എനിക്കറിയാം. നമ്മളവർക്ക് പ്രാർത്ഥിക്കുന്ന ആളല്ലേ. അപ്പോൾ മറ്റൊരുത്തം വന്ന ദൂത് പറയുമ്പോൾ ഞാൻ പിടിക്കും, ഇത് കറക്റ്റാ അല്ലെങ്കിൽ പച്ചക്കള്ളമാ. ഒരു ദേവദാസ് ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തുക. അപ്പോൾ അതുപോലെ പാസ്റ്റിരിക്കുമ്പോൾ ചാരിയിരിക്കുക, ഞാനും ഇരുന്നു. ഈ വീട്ടുടമസ്ഥൻ്റെ ആ സഹോദരിയുടെ ചേച്ചിയുടെ ഭർത്താവ് വന്ന് താഴെ ഇരിക്കുക. ഈ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ ഇച്ചിരി വെള്ളം വേണമല്ലോ. ഞാൻ പറയാം സഹോദര, ഇച്ചിരി വെള്ളം കൊടു പാസ്റ്റർ. ഇയാൾ ഓടി അടുക്കളയിൽ പോയി. എന്താ കാര്യം? ആ വീട്ടിലെ കുടുംബക്കാരനല്ലേ. അപ്പോൾ ഈ പാവപ്പെട്ട പാസ്റ്റർ കരുതി ഇതാണ് കുടുംബനാഥൻ. ഇയാൾ നേരെ അടുക്കളയിൽ പോണ കാണും. ഇതാണ് അതിന് യോജിച്ചതായൊരു ദൂത്. ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരിയുടെ ചേച്ചി മരിച്ചുപോയി, പേരൂക്കട. അവക്കൊരു മോളുണ്ട്. അവർ പള്ളിയിരുന്ന് പോണതല്ല, ഇവിടെ വരുമ്പോൾ പ്രാർത്ഥന സഹകരിക്കും. ആ പെണ്ണ് വന്നിരുന്ന്, കർത്താവിൻ്റെ മകളെ 2 നിനക്ക് അബോഷനായി, കല്യാണം കഴിഞ്ഞില്ല, 3 ഞാൻ തരും. ഇവളാ വെള്ളി കണ്ണ് വെച്ച് ഇങ്ങനെ വെട്ടുക. ഇതാരെ കുറിച്ച് പറയണം? എന്നെ കുറിച്ചാണ്. ഞാൻ കർത്താവേ, ഈ ദൈവവൃത്തിനെ താടിയിരുത്തണേ കർത്താവേ, ഇയാളൊന്ന് ഇരുത്തിത്തരണേ കർത്താവേ. സ്വോത്ര കാണിച്ചൊന്നും കുറച്ചില്ല, കൊണ്ടുപോ. അത് നമ്മളെടുത്ത് വെച്ചതാണല്ലോ, കൊടുക്കണമല്ലോ. കുറച്ചില്ല, പക്ഷെ കുറയ്ക്കേണ്ടതാ അല്ലയോ? പിന്നെ വിളിച്ചിട്ടേ ഇല്ല, വേണ്ട. എന്നാൽ ദൈവവൃത്തന്മാരുണ്ട്, ഉള്ളതുപോലെ പറയും, നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും. കാരണം നമുക്കും അറിയാമല്ലോ, നമ്മൾ പ്രവചനം പറയുകയല്ല, നമുക്ക് വിശ്വാസം അറിയാം. അതുകൊണ്ട് ഇതല്പം പേടിച്ചിട്ടാണ് പറയാൻ. ഞാനൊരു ദൈവദാസനോട് പറഞ്ഞു, നീ പ്രവാചകനല്ലേ, ഈ പ്രവചനമൊക്കെ പറയുമ്പോൾ നല്ല കാര്യമാണ്, പക്ഷേ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്നൊരു പദം ഉച്ചരിക്കുമല്ലോ, അല്പം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അതങ്ങനെ തന്നെയോ എന്ന് ചിന്തിക്കണം. കാരണം നീ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞ എന്നെ കാണുമ്പോൾ എന്തോ പറയും, നീ സ്നേഹിത എന്ന് വിളിക്കുമോ? അതുകൊണ്ട് ദൈവം പറയാത്ത കാര്യം പറയല്. 1. 2, യഹോവയുടെ നാമത്തിൽ പറയുമ്പോൾ സൂക്ഷിക്കണം, കറക്റ്റായിരിക്കണം, എങ്കിലേ പറയാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ കാണുന്നു, എനിക്കിങ്ങനെ വെളിപ്പാടുണ്ടാക്കി പോണെങ്കിൽ പോട്ട്, പ്രശ്നമില്ലല്ലോ. ഒരു വാക്കല്ലേ പോയുള്ളൂ. ദൈവത്തിൻ്റെ പേരിൽ പറയരുത് നീ. ദാറ്റ്സ് മൈ പോളിസി. നിർബന്ധമാണ്. അതുകൊണ്ട് എല്ലാറ്റിനും പ്രവചനം. ഇപ്പം നോക്കിക്കോ, സകലവർക്കും പ്രവചനം. എൻ്റെ വിശ്വാസം, ഞാൻ കറക്റ്റ് വിശ്വസിക്കുന്നു. ഞാൻ ഗമ പറയല്ല, അഹങ്കാരം പറയല്ല. ഞാൻ എൻ്റെ ദൈവദാസൻ എന്നെ പഠിപ്പിച്ച പറയാണ്, വചനമാണ് പ്രവചനം. വാരി വിതറിത്തരും, പിടിച്ചോണം. ആര്? ഞാനല്ല, ദൈവം. എന്നെ പറയല്ല, ഇവിടെ വരുന്ന എല്ലാവരും ദൈവദാസനെ പറയാണ്. ദൈവഭൃത്തന്മാരെന്ത് ചെയ്യും? പ്രവചനമായിരിക്കണം പ്രസംഗം. അതാണ് കാര്യം. മക്കളെ, നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മോട് എന്താ? വീണ്ടും കരുണ കാണിക്കും. ഞാൻ പറയുന്നു, ഈ കൂട്ടത്തിനകത്ത് വീണ്ടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വീണ്ടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നീ തന്ന നാളുകൾ അല്ലേ, നീ തന്ന നാളുകൾ അനവധി പാഴായി കളഞ്ഞേ പ്രിയ, ഇനിയൊരു നാൾ കൂടെ തരുമോ? ഇനിയൊരു, അങ്ങനെ ചോദിക്കുന്നവരില്ലേ? നിങ്ങളെ തല്ലുകയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വചനം നമ്മോട് വീണ്ടും കരുണ കാണിക്കും.
നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. എപ്പോഴാ ചവിട്ടുന്നത്? ആരാ ചവിട്ടുന്നത്? ചവിട്ടിക്കളയുന്നത്. നിങ്ങൾ രാവിലെ ഉറക്കമണിച്ച് നോക്കിയപ്പോൾ മുറ്റത്തൊരു പുറ്റ് നിൽക്കുക. നല്ല പുറ്റ് നിൽക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, 4 ചുറ്റും വേലി കെട്ടി ഇതിനെ സൂക്ഷിക്കാം എന്ന് പറയൂ. എന്താ പിന്നെ പറയണം? നിങ്ങൾക്കേ പറയുള്ളൂ, എനിക്കറിഞ്ഞൂടാ. ചവിട്ട് ഒരു ഭാഷയും കൂടെ പറഞ്ഞു, ഇന്നെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു ചവിട്ട് കെട്ടി അതിനെ. കാര്യം അത് വേണ്ട. വേണോ? അത് വേണ്ട, അശേഷം വേണ്ട. നമുക്കതിന് താല്പര്യമില്ല. അത് പുറ്റായതുകൊണ്ട് വേണ്ട. നാളെ അതിനകത്ത് പാമ്പാണോ വേറെ എന്തെങ്കിലും ആണോ അറിഞ്ഞുകൂടാ. ഇനി സ്വർണ്ണമാണോ? സ്വർണ്ണമെങ്കിലും വേണ്ട, അല്ലയോ? നമ്മൾ ധരിക്കില്ലല്ലോ. സ്വതന്ത്രം. അപ്പൊ നമ്മൾ അതിന് വേണ്ട എന്ന് പറഞ്ഞ് ചവിട്ടിക്കളയുകയാണ്. അപ്പോ ദൈവത്തിന് എന്തോ നിങ്ങളിലുള്ള ഒരു കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ, നിങ്ങൾ പറയുന്ന കാര്യം, വചനം പറയുന്നു, നീ ഭൂമിയിൽ കെട്ടിയത് സ്വർഗത്ത് കെട്ടുന്നു. ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ? ദൈവം കണക്കിടുകയാണ്. ദൈവം അത് മനസ്സറിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് അതൊരു പരിഹാരം വരുത്തുകയാണ്. ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയാൻ ഇന്ന് രാത്രി പറ, ദൈവമേ, ഈ വചനം പോലെ എന്റെ അകൃത്യം ഒന്ന് ചവിട്ടണമേ. ദൈവം ചവിട്ടിക്കളയും. എന്താണ് അകൃത്യം? മക്കളെ വായിക്കും. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ചില വാക്യങ്ങൾ വായിച്ചാൽ മതി. ഇടുക്കമായിരിക്കുന്നു. കാണുന്നുവല്ലോ. ചെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞവന്റെ പേര് ഊരുവൊന്നുമില്ല, അമ്മയുടെ പേരും അപ്പന്റെ പേരും ഇല്ല, ഗോത്രമില്ല. ഒരുത്തൻ. അടുത്തത് പോയി മരം മുറിച്ചു. എന്നാൽ അവരിൽ ഒരുവൻ ഒരു മരം മുറിച്ചപ്പോൾ അവൻ നിലവിളിക്കണം, അയ്യോ. എഴുത്ത് അങ്ങനെ അയ്യോ അത്രയേ ഉള്ളൂ, പക്ഷെ വിളി അങ്ങനെ നടക്കുക. അയ്യോ കഷ്ടമുണ്ട്. കാര്യം ഇത് വായ്പ. മതി മക്കളെ, ഇത് വായ്പ. ഞാൻ പറയാം ബാക്കി. നിങ്ങൾ ശ്രദ്ധിക്കൂ, ദയവായി ശ്രദ്ധിക്കൂ. ഞാൻ എവിടെ പിടിച്ചെന്നറിയാമോ? വീണ്ടും കരുണ കാണിക്കും, അകൃത്യം ചവിട്ടിക്കളയും. അതിനുവേണ്ടി പറയുക, കേട്ടോളൂ. സ്തോത്രം. ഈ മനുഷ്യൻ ഈ കൂട്ടരുടെയിൽ നിന്നിട്ട് ഒരാൾ പറയുകയാണ്, ദയവുണ്ടായിട്ട് മരം വെട്ടാൻ പോകുമ്പോൾ അങ്ങും കൂടെ വരണം. സമ്മതിച്ചു. പ്രവാചകൻ പോയി. ആ എലീശ പ്രവാചകനെ യേശു ക്രിസ്തുവിനോട് സാമ്യപ്പെടുത്താൻ വചനം പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഫാസ്റ്റിംഗ് പേരിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി യേശുവിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാം. ആ നിലവിളിച്ച കോടാലി തെറ്റിപ്പോയവൻ്റെ ആ സ്ഥാനത്ത് നമ്മളെല്ലാവരെയും കൊണ്ടുവരാം. കാര്യം പഠിക്കാൻ വേണ്ടിയാ. അന്നേരം കോടാലി ഒരു വെള്ളത്തിൽ പോയി നിലവിളിക്കുകയാണ്. അപ്പൊ നിലവിളി ആർക്കാ? നഷ്ടപ്പെട്ടവനാ. നിലവിളി നഷ്ടപ്പെട്ടവനാ. ഇന്ന് പകലിൽ നിങ്ങൾ നിലവിളിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമുണ്ട്. നിങ്ങൾക്ക് എവിടെയോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടവര് മാത്രമേ നിലവിളിക്കത്തുള്ളൂ. കൈവിട്ടു പോയി. അന്നേരം നമ്മൾ പഠിക്കുന്നു, യേശു ക്രിസ്തുവിനെയാണ് എലീശ സ്ഥാനത്ത്. എലീശ അങ്ങ് ഒഴിവായി പോട്ടെ. ഇതാണ്ട് നമ്മൾ നിലവിളിക്കുന്നു, യേശു വരുന്നു. വന്ന് നിന്നിട്ട് ചോദിച്ചു. അപ്പം അന്ന് അദ്ദേഹത്തിന് മറുപടി, കഷ്ടമുണ്ട്, വായ്പയാ. ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വായ്പയാ. കൃപയാ, അല്ലേ? ഈ കൃപ എന്തെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് ആർക്കും കഴിയില്ല. ഇത് നിർത്തിക്കൊണ്ട് ഞാൻ ആ കൃപ പറയാം. അതെങ്ങനെയാണ്? കൃപയെക്കുറിച്ച് ഒരുപാട് ആശയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കണം. കൃപ ഈ യെശയ്യാ 53 വായിക്കാനല്ല ഞാൻ പറയാം. നിങ്ങൾക്കറിയാൻ പാടില്ലായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഭാഗത്തിലേക്ക് ഞാൻ പോകും. യെശയ്യാ 53 ദൈവം അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുത്തു എന്നൊരു പദമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക, മഹാന്മാരുടെ ഓഹരി കൊടുത്തു. അപ്പൊ ഈ മഹാന്മാരുടെ ഓഹരി കൊടുത്തുമ്പോൾ യേശുക്രിസ്തു പർദീസയിൽ പോയപ്പോൾ മഹാന്മാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇരിക്കട്ടെ, ഇനിയിപ്പോൾ ആരൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ക്രിസ്തു പോയപ്പോൾ ക്രൂശിൽ വെച്ചൊരു സംഭവം നടന്നു. എന്തുവാണ്? ഈ 2 കള്ളന്മാർ ഇടതും വലുതും നിൽക്കുക.
ഈ കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഈ രണ്ട് കള്ളന്മാരെ പോലെയാണ്. ഇവിടെ കുഴിയുണ്ടല്ലേ, ഇതാണ്ട് നടുവിലൊരു വഴിയുണ്ടോ? ഈ വഴിയുടെ വലത് ഭാഗത്ത് പുരുഷന്മാർ, ഇടത് ഭാഗത്ത് സഹോദരിമാർ. ഓക്കെ, ഇതുപോലെ ഈ രണ്ട് ഭാഗത്തും കള്ളന്മാർ നിൽക്കുക അല്ലയോ? ഒരു കള്ളൻ്റെ ഭാഗത്ത് ഒരു കൂട്ടർ, അടുത്ത കള്ളൻ്റെ ഭാഗത്ത് ഒരു കൂട്ടർ. ശരിയാണോ? ഇടതും വെളുതും ചോദിക്കൽ, രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഉണ്ട്. അപ്പോൾ ഒരു കള്ളൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇപ്പം ഈ ആണിയൊക്കെ പറഞ്ഞു മാറണം, നീ ദൈവമാണ്, ഈ ആണിയൊക്കെ പിഴണം, നമുക്ക് മൂന്നുപേരും കൂടി ഇവിടുന്ന് എസ്കേപ്പ് ആവാം, അല്ലയോ? ഇതിൽ ഒരു കൂട്ടരുടെ മനോഭാവമാണ്. അടുത്ത കൂട്ടർ, അടുത്ത കള്ളൻ്റെ മനോഭാവം, നീ സമശിക്ഷയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നമ്മൾ ചെയ്ത കുറ്റത്തിൽ തന്നെയാണ് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത്. ഇവനോ അങ്ങനെയല്ല, ഇല്ലയോ? എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, നാഥ, നീ രാജാവാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും മനോഭാവം മനസ്സിലായോ? പള്ളിയിൽ വരുന്നവരിൽ ഈ രണ്ട് കള്ളന്മാരെയും പച്ചത്താളുണ്ട്. രണ്ട് പച്ചത്തടിക്കണല്ലേ. ഇപ്പോൾ ലോൺ കിട്ടണം പാസ്റ്ററെ, ഇപ്പോൾ മോളെ കല്യാണം നടക്കണം, ഇപ്പോൾ മോള് പാസ്സാവണം. ഈ പഠിക്കാതെ പിള്ളേരെങ്ങനെ പാസ്സാവും? അല്ലേ? ഇവർ പഠിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? 10ാം ക്ലാസ് തോറ്റുപോയൊരു ബന്ധക്കോസുകാരി, ജനിച്ചതേ ബന്ധക്കോസ് പള്ളിയില്ല, അവൾ 10 തോറ്റുപോയി പറയുവാണ്, ഇങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കത്തില്ലായിരുന്നു. ഞാൻ ഒരു പങ്കൊച്ചേ, നീ പഠിക്കാതിരുന്ന് ദൈവത്തെ കുറ്റം പറയുന്നതിനാ? അവൾ പഠിച്ചില്ല, അവൾക്ക് നേരെ പഠിക്കാൻ കഴിവില്ല. അവൾ പറയാണ്, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പാസ്സാകത്തില്ലായിരുന്നു. സ്വത്രം അറിവില്ലായ്മ കൊണ്ടാ. പഠിക്കണം കേട്ടോ, പഠിച്ചിട്ട് പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കള്ളന്മാർ രണ്ടുപേരും കൊണ്ട് പറഞ്ഞാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ നല്ല കാര്യം പറഞ്ഞ കള്ളനോട് യേശു ഈ വാക്ക് കേട്ട് എന്താണ്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അപ്പോൾ യേശു പറയുകയാണ്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. അപ്പം ഈ പുള്ളിയം കൊണ്ടാണ് പോയത് പർദീസയിൽ. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരിക, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ കള്ളൻ ചോദിച്ചു, അല്ല ഇയാൾ ആരാ എന്ന് ചോദിച്ചു. ഞാനാണ് ഹാബേൽ, ഈ പർദീസിൽ ആദ്യം വന്ന ആളാണ്. ഇവിടെ ആരുമില്ലായിരുന്നു, ഈ പർദീസിൽ ആരുമില്ലായിരുന്നു, ഞാൻ ആദ്യം വന്ന്. അത് ശരി, നിങ്ങളാണല്ലേ ആദ്യം വന്നത്. അടുത്ത് വേറൊരാൾ, നിങ്ങളാരാ? ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം, മരണം, ക്രൂശീകരണമൊക്കെ പ്രവചിച്ച യെശയ്യാവ്. അത് ശരി. താങ്കളാരാ? ഞാനാണ് ദാനിയേൽ, സിംഹത്തിൻ്റെ ഗുഹയിൽ കിടന്ന കുറയില്ലേ. പിന്നെ ചോദിക്കുമ്പോൾ ഓരോരോ മഹാന്മാർ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചു തുടങ്ങണ്ടായിരുന്നു. അപ്പോൾ വേറൊരു മനുഷ്യൻ ചോദിക്കുക, ആരെന്നറിയാമോ? സക്കറിയാവ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഏത് കൂറിൽപ്പെട്ടവനാ? ഇയാൾ ഏത് കൂറിൽപ്പെട്ടവനാ? വല്ല മറുപടിയും പറയാനുണ്ടോ? ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? നാളെ ചെന്നിട്ട് ചോദിച്ചത് അബദ്ധമായി പോയി, എനിക്ക് കൂറും പറയാനില്ല, ഒന്നും പറയാനില്ല, ഞാൻ വന്നത് കൃപയാൽ. ഇപ്പൊ ഞാൻ ക്രൂശിൽ വെച്ച് കണ്ടതാ, എന്നെ കൂടി ഇഞ്ഞ് കൊണ്ടുപോകുന്നു, എന്നെ കൂടി കൊണ്ടുപോകുന്നു. എനിക്കൊരു പാരമ്പര്യവും പറയാനില്ല, എനിക്കൊരു പാരമ്പര്യവും പറയാനില്ല. ഞാൻ കൃപയാൽ കടന്നു വന്നവനാണ്. അർഹിക്കാത്ത സ്ഥാനത്ത് ഞാൻ വന്നത് ദൈവത്തിൻ്റെ കൃപ. എനിക്ക് നിങ്ങൾ പറയുമ്പോൾ ഒന്നും പറയാനില്ല, ഞാൻ വന്നത് കൃപയാൽ. എനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ 10ാമത്തെ വാർഡിൽ 90ാം ചുരം പ്രാപിച്ച് മരണപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. ഏതോ ഒരു നല്ല ഡോക്ടറിൻ്റെ പരിചരണത്താൽ നട്ടലിൽ ഇഞ്ചക്ഷൻ വെച്ച് ഞാനങ്ങ് രക്ഷപ്പെട്ടെന്ന് പറയുന്നു പെങ്ങൾ. കാറ്റടിച്ചെന്നെ 3-4 പ്രാവശ്യം മറിച്ചിട്ടിട്ടുണ്ട്. വിൻഡോ വഴി വന്ന കാറ്റ് പോലും എന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ സൂക്ഷിച്ചു പോയി. അവിടെ നിന്ന് 7ാമത്തെ വയസ്സിലോട്ട് വന്നപ്പോൾ റോമൻ കത്തോലിക്കാരുടെ വിശ്വാസ പ്രമാണം ആചരിച്ച് എൻ്റെ അപ്പനും അമ്മയും കുടുംബക്കാരും പേയാട് തച്ചോട്ടുകാവ് എന്ന സ്ഥലത്ത്, പ്രാരം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ചർച്ച്. ഇപ്പോൾ വലിയ പള്ളിയാണ്, ആ പമ്പിൻ്റെ മുമ്പിൽ കുടപ്പള്ളിയാണ്. എൻ്റെ വീട് പേയാട് കുരിശുമുട്ടത്താണ് വീട്.
അയാളുടെ ദേശത്ത് മൊണ്ടിമേശ്ശേരി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ചില വീടൊക്കെ കുറ്റിവയ്ക്കാൻ എന്തൊക്കെ മന്ത്രം അതൊക്കെ അറിയായിരിക്കും. ആ മനുഷ്യൻ അതുവഴി പോയപ്പോൾ എൻ്റെ അപ്പനോട് പറഞ്ഞ്, നിൻ്റെ വീടിൻ്റെ ഗതി മാറാൻ, നിൻ്റെ കുടുംബം രക്ഷപ്പെടുവാൻ ഞാനൊരു കാര്യം പറയാം, നീ അനുസരിക്കുമോ? അങ്ങനെ ആ മനുഷ്യൻ്റെ വാക്കിനാൽ ഹൈന്ദവ വിശ്വാസ മാർഗം സ്വീകരിക്കാൻ അപ്പനിടയായി. അദ്ദേഹം ഒരു അമ്പും വില്ലും കെട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞ് ആരൂടത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മുമ്പോട്ട് ചെയ്യാൻ പറഞ്ഞു. കിഴക്ക് വശത്ത് അതിരിൻ്റെ അങ്ങേപ്പുറത്ത് ചെന്ന് വീഴുന്ന അമ്പിൻ്റെ അവിടെ കുറ്റിയടിച്ച് വെച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് മുതൽ ഇവിടെ ഒരു തിരി കത്തിക്കണമെന്ന് പറഞ്ഞു. സൈക്കിൾ മാർക്കിൻ്റെ ഒരു തിരി ഒന്ന് വെടിച്ചുകൊണ്ട് വന്നിട്ട് ഒരെണ്ണം അപ്പം കത്തിച്ചിട്ട് എൻ്റെ കയ്യെ തന്നിട്ട് പറഞ്ഞ്, നീ നാളെ മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ വന്ന് കത്തിക്കണം കേട്ടോ. കൊച്ചല്ലേ, 7 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. അത് 1 വർഷമായപ്പോൾ അടുത്ത സ്ഥലം പിടിച്ചു. ഒരു പ്ലാവിൻ്റെ മുടിലായി, ചെമ്പകമായി, മാവായി, ആലുമരമായി. ആല് കീര പൊടിക്കുമ്പോൾ അങ്ങ് പൊടിച്ച് അങ്ങ് വലിയ വടവൃക്ഷമായി മാറി. പിന്നെ അപ്പച്ചൻ പിന്നെ മന്ത്രവാദിയായി, പടുക്കയായി, പൊങ്കാലയായി, ജ്യോത്സ്യമായി. പിന്നെ പണ്ട് പിന്നെ ഈ ചാവുപിടി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ചാവുപിടി ഇപ്പോഴും ഉണ്ടായിരിക്കും, ചാവുപിടി സ്വതന്ത്രം. അപ്പോൾ അതിനൊക്കെ അപ്പച്ചൻ വിരുദ്ധനാണ്, എനിക്കിന്ന് വിരുദ്ധനാണ്. എൻ്റെ അപ്പം ഭയങ്കര അറിയപ്പെടുന്ന ഒരാളായി മാറി. ഇഷ്ടം പോലെ പൈസ ആയി, ഒറ്റപ്പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. കുടി തുടങ്ങി, ഭയങ്കര കുടിയായി, അടിയായി. ശരി, ഇരിക്കട്ടെ, അപ്പച്ചൻ്റെ മൈനസ് പറയണ്ട. സോദരൻ എൻ്റെ അപ്പനല്ലേ, നിങ്ങളുടെ അപ്പനല്ലല്ലേ. അപ്പോൾ പുള്ളി കുടിക്കുമായിരുന്നു മാത്രം കേട്ടാൽ മതി സോദരം. അപ്പോൾ ഇങ്ങനെ ഈ പിശാചുകളൊക്കെ ആരാധിച്ച് സേവിച്ച് വന്നപ്പോൾ ഞാനും വളർന്ന് വരിക. അപ്പോൾ ഒരു അമ്പലം പണിയാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു, ഒരു അമ്പലം പണിതു, ഒരു പ്രതിഷ്ഠയും വെച്ചു. ചെറിയ എന്തൊക്കെയോ കശുപുശ മന്ത്രവും ക്രിയാസ്ക്രിയൊക്കെ പറഞ്ഞു തന്ന് എന്നെ അതിനകത്തെടുത്ത് പിരുത്തിരുത്തി. ഞാനും പൂവും ഒക്കെ കൊണ്ടുവന്ന് ഈ അപ്പച്ചന് വല്ലതും അറിയാമോ? സാധാരണ കർഷക തൊഴിലാളിയല്ലേ, പുള്ളിക്ക് എന്താ മന്ത്രം അതറിയാം. പുള്ളി ആരെന്നൊക്കെ ചോർത്തിയെടുത്ത് മന്ത്രം പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുക. അപ്പം ഞാനൊരിക്കൽ ഇതിനെ കയറ്റി പറയുന്ന കാര്യം പറയുക. കമലേശ്വരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന് അടുത്ത് ഉപ അമ്പലത്തിൻ്റെ ഒരു അതിൻ്റെ ക്ഷേത്ര പൂജാരി. ഈ പൂജാരി ബ്രാഹ്മണ അയാൾ ഞാൻ ഒരു ഇടത്തിരുന്നപ്പോൾ ഞാൻ സംസാരിച്ചു. ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആളായെന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവും പോലും എത്തി. അയാൾ മന്ത്രവാദി തന്ത്രിയാണ്, അയാളെല്ലാം പഠിച്ചാൽ എനിക്ക് വല്ല അറിയാമോ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാണേ. അത് ഈ താണജാതിയിൽപ്പെട്ടവർ, കേട്ടോണ സാറ്, താണജാതിയിൽപ്പെട്ടവർ പണ്ട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവർ കഴിച്ചതല്ല ഇവരെ ദൈവങ്ങൾക്ക് കൊടുത്തു. ഇവർ തിന്നുന്നതെല്ലാം കോഴി തിന്നാൽ കോഴി ദൈവത്തിന് കൊടുക്കും. ഇവർ കഴിക്കുന്ന ആഹാരമെല്ലാം ഇവർ ദൈവത്തിന് കൊടുക്കും, വേറെ ഇല്ല ഈ പാവപ്പെട്ടവർക്ക്. അങ്ങനെയാണ് ഈ കാളിയും മോളിയും ചോളിയൊക്കെ വന്നെന്നാണ് പുള്ളി പറയുന്നത്. ഈ തന്ത്രി പറഞ്ഞത് എന്നോട്, എനിക്കറിയത്തില്ല, പുള്ളി പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ രക്തം ഒഴുക്കി നിൽക്കുന്ന സ്റ്റൈലുള്ളതൊക്കെ വന്നത് ഇവർ കഴിക്കുന്നതെല്ലാം അവർ ദൈവത്തിന് കൊടുക്കും വിശ്വസിക്കുന്നത്. അതെല്ലാം അത് കുടിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ രൂപങ്ങളൊക്കെ വന്നത്. രൂപം വേറെയാ, അതിന് വേറെ കുറേ കാലത്തേക്ക് തലയില്ലാത്ത ആയിരുന്നു ഇവർക്കൊക്കെ. അത് പോട്ടെ, നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊക്കെ പ്രബുദ്ധരല്ലേ, ഞാൻ അതൊന്നും പറയാൻ വരുന്നില്ല. പിന്നെ രൂപം വന്നത് മുഖത്ത്, പോട്ടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഞാനിങ്ങനെ കൊടുത്തുമെന്ന് പറഞ്ഞപ്പോൾ 24 വയസ്സ് പ്രായം വരെ ഞാനായി അമ്പലത്തിൽ പൂജാരിയാണ്. അപ്പോൾ ദൈവമക്കളെ, ഈ പൊങ്കൊച്ചുങ്ങളൊക്കെ ഇപ്പം നല്ല മക്കളുമാരാണ്. നിങ്ങൾക്ക് വല്ല ഭൂതം കൂടിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചു, അറിയും മലയാളി സഹോദരം, നിങ്ങൾക്കറിയാം ഭൂതം കൂടിയിട്ടുണ്ടോ? എൻ്റെ പൊന്നുമക്കളെ, അന്ന് അമ്പലത്തിലായിരുന്ന സമയത്ത് ചൊവ്വയും വെള്ളിയും ഉണ്ടെങ്കിൽ ഈ തരം പൊമ്പിള്ളേർ വല്ല ഭൂതങ്ങളും കയറി വരും. ഒഴിപ്പീരാണ് ജോലി. എനിക്ക് ഒഴിപ്പിക്കാനും അറിഞ്ഞൂടെ, മന്ത്രവാദം അറിഞ്ഞൂടെ. എൻ്റെ അപ്പച്ചൻ വരണം, ഞാൻ വെച്ചുകൊണ്ടിരിക്കും. ഈ കൂട്ടങ്ങൾ ചോദിക്കുന്ന വെള്ളത്തിന് കുടം കടക്കാൻ കൊടുക്കണം, എന്നാൽ ബാത്റൂമിൽ പോകത്തുമില്ല, കുടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് വന്നത് ഇവിടെയില്ല, സത്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ രാത്രി അപ്പം മരുന്ന് വെച്ചുകൊണ്ടിരിക്കണം. പിന്നെയാണ് ഒഴിപ്പേര് അമ്പലത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ പിശാചുക്കൾ എവിടെ നിന്ന് ചോദിക്കാൻ പറയണത്, ആ പനേര മൂട്ടിക്കൂടെ ഈ പെണ്ണ് പോയപ്പോഴാണ്, ആ കുളത്തിൻ്റെ മൂട്ടിക്കൂടെ വന്നപ്പോഴാണ്, അവിടെ കുളിക്കാൻ സന്ധ്യയ്ക്ക് പോയത്. ഇതൊക്കെ സീസൺ. പക്ഷേ ഇന്ന് ഏത് കുളത്തിൻ്റെ മൂട്ടി കുളിക്കാൻ പോയാലും ഈ സാത്താൻ കൂടൂല, അവിടെ സാത്താൻ ഇല്ല. ഏത് പനേര മൂട്ടി പോയാലും നമുക്ക് ചാരി എന്ന് ഉറങ്ങാം,
ഭൂതമൊന്നും കയറില്ല. ഒരു പെൺകുട്ടിക്കും ഭൂതം പിടിക്കൂല. ഒരു പനിരമുട്ടിലോ പാറമുട്ടിലോ അരുവിരമുട്ടിലോ ഒന്നും സാത്താന് കൂടാൻ പറ്റുന്നില്ല. അതെന്താണ് കാര്യം എന്നറിയാമോ? പറഞ്ഞുതരാം. ഇയ്യോബിന്റെ പുസ്തകം 27 അവസാന വാക്യം ഒന്ന് വായിച്ചോ മക്കളെ. 27 അവസാന വാക്യം. മനസ്സിലായ? നമ്മളെല്ലാവരും ദൈവദാസൻ പറഞ്ഞ കരം അടിച്ചാടി എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ? മനുഷ്യൻ ഈ കരം അടിക്കുമ്പോൾ സാത്താന് ഓട്ടമാ. ഇപ്പോ പെന്തക്കോസ്തുകാർ മാത്രമല്ല അടിയുള്ളത്, എല്ലാ കൂട്ടർക്കും അടിയുണ്ട്. സാൽവേഷൻ ആർമിയിലും CSI അവർക്ക് ഭയങ്കര അടിയാ. ആടി ഇപ്പം എല്ലാ വിവാഹക്കാർക്കും ഉണ്ട്. അങ്ങനെ മനുഷ്യൻ അവൻ്റെ നേരെ കൈകൊട്ടി അവൻ്റെ വാക്ക് ശ്രദ്ധിക്കണം, അവൻ്റെ സ്ഥാനത്തിന് എന്ത് ചെയ്യും? വിരട്ടി പുറത്താക്കുമെന്ന്. അപ്പോൾ പെന്തക്കോസ്തുകാരൻ മാത്രമല്ല, ഏത് വിവാഹക്കാരായാലും യേശുവിൻ്റെ നാമത്തിൽ ആടി ഉണങ്ങിയതുകൊണ്ട് ഇവന് പോയേ പറ്റൂ. അതിന് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ഭയങ്കര ഹിന്ദു കുടുംബമാണ്. പക്ഷേ എൻ്റെ അണ്ണന് പെണ്ണ് കിട്ടൂല. അണ്ണൻ്റെ നക്ഷത്ര രേവതിയായി പോയതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല. എന്ത് കഷ്ടമാണ്. പാവപ്പെട്ടവൻ പെണ്ണ് നോക്കി തരവന് പൈസ കൊടുത്ത പൈസ ഒരു ബംഗ്ലാവ് വെച്ച് തോന്നണം. അങ്ങനെ ചെന്ന് കീഴാറു ചെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ക്രിസ്ത്യാനി പെണ്ണ്. ക്രിസ്ത്യാനി വേണ്ടല്ലോ ഹിന്ദുക്കൾക്ക്. അവസാനം സാൽവേഷൻ വിശ്വാസം കണ്ടെത്തി. അപ്പം പറഞ്ഞ് കെട്ടടേ. ശരി കെട്ടാം. അങ്ങനെ ഈ സാൽവേഷൻ ആർമി പെണ്ണിനെ കെട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ചേട്ടത്തിയമ്മയായി. ഈ സമയത്ത് എൻ്റെ നേരെ മൂത്തവർക്ക് ഒരു ബാധ കൂടി. ഏതോ ഒരു വലിയ ബാധ കയറി പിടിച്ചു. ഇതാണെങ്കിലും പോകുന്നുമില്ല. എൻ്റെ അപ്പൻ്റെ ഓങ്കരി ഐസ്ക്രീം അവിടെ നടക്കുന്നില്ല. ഇതാനും പോവില്ല. അങ്ങനെ ഞങ്ങൾ മങ്കാട്ടുള്ള കീണയിലെ ഒരു വലിയ ജോത്സ്യനുണ്ട്. അയാളുടെ പേര് ചക്രപാണി ആശാൻ എന്ന ലൈസൻസ് ഉള്ള ആളാണ്. പിന്നെ പരിചയപ്പെടണമെങ്കിൽ നിങ്ങൾ പരിചയപ്പെടുത്താം. നമ്മളെ പാട്ടുകാരൻ പവിത്രൻ്റെ അപ്പുപ്പൻ, അച്ഛൻ്റെ അച്ഛൻ. ഇവരൊക്കെ ഭയങ്കര ഹിന്ദുക്കളായിരുന്ന ആളാണ്. പവിത്രൻ്റെ അപ്പുപ്പനാണ്, അപ്പൻ്റെ അപ്പൻ ചക്രപാണി ആശാൻ. ഇയാളെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചപ്പോൾ പറഞ്ഞ് 3 ദിവസം ഹോമം വയ്ക്കണം. 3 ദിവസത്തെ ഹോമം വെച്ചപ്പോഴേ 3-ാം ദിവസം സാത്താൻ പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകില്ല. അതെന്ത്? ഇതിനകത്ത് ഒരാൾ രഹസ്യമായിട്ടിരിക്കാൻ അവരെയും വിളി. അത് രഹസ്യത്തിരിക്കുന്നത് വിളി അല്ല, നീ വിളി, ഞാൻ വിളിക്കട്ടാ. വിളിച്ചു 1 2 3 ചാട്ടത്തിയമ്മ തുള്ളിയാടി വരിക വീട്ടിനകത്ത്. അപ്പോൾ എൻ്റെ മനസ്സിലെത്തി, ക്രിസ്ത്യാനിയും തുള്ളുവോ? ഞാൻ ഹിന്ദുവാണ്, പൂജാരിയാണ്. ക്രിസ്ത്യാനിയും തുള്ളുവോ? ഞാൻ അന്തം പൊട്ട് നോക്കുക. ഞാൻ നിങ്ങൾക്ക് പറയാമൊരു രഹസ്യം കേട്ടോ. ഈ സാത്താൻ പിടിച്ച് എൻ്റെ പെങ്ങള് ഈ സാത്താനോട് പറയാണ്, എടീ ക്രിസ്ത്യാനിയായ ഇവരെ വീട്ടിൽ നീ എങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞോറി. അത് ഇവര് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പോയി താഴെ തോട്ടില് താണിരിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ തിരിച്ചു വരും. എവിടെ ഇരുന്ന്? നേരെ താഴെ തോട്ടില്. വചനം പറയുന്നു, തണുപ്പില്ലാത്ത ഇടത്ത്, അല്ലയോ? അങ്ങനെയല്ലേ സാറേ? നീരില്ലാത്തടത്താ സാറേ? പക്ഷേ നീരില്ലാത്ത ഇടത്ത് തണുപ്പന്നേഴ് ചണക്കുന്നു. ആര്? സാത്താനി നീരുറവ ആവശ്യമാണ്. അത് പിന്നെയാണ് ഞാൻ ക്ലിക്കായത്. ഇങ്ങനെ റൂട്ടുണ്ടല്ലേ. അപ്പോഴാണ് അടി. എല്ലാ വിവാഹക്കാരും അടി തുടങ്ങി അവൻ്റെ സ്ഥാനത്ത് നിന്ന് വരട്ടി ഓടിച്ചു. സാത്താന്മാരെല്ലാം കൂടെ കമ്മിറ്റി കൂടി. നമ്മളിവിടെ പോവും, നമുക്ക് ദേശത്തിൽ പോകാൻ പറ്റുമോ? സംശയമാണെങ്കിലേ വെള്ളനാട് ജംഗ്ഷനിലെ 5 പട്ടികൾ ഇങ്ങോട്ട് വരേണ്ട കമ്പനി ബുക്കിലോട്ട് 5 പട്ടികളെ ഇവിടുത്തെ ഒരു പട്ടി ഓട്ടിക്കും. കറക്റ്റാ ഓട്ടിച്ചിരിക്കും. ഒറ്റ കുറയിൽ നീ ആടാ അവർ പേടിച്ചു ഓടും. കാര്യം കമ്പനി മുക്കിൽ നടക്കൂല. ഇവിടെ 2 പട്ടി മതി അവിടെ 5 വരെ ഓട്ടിക്കാൻ. എന്നാൽ ഇവിടെ നിന്ന് ഒരു 10,000 അവിടെ ചെല്ലിട്ട് 5 വരെ ഓട്ടിക്കും. ഇതാണ് നമുക്ക് പഠിക്കാൻ പറ്റിയ രീതിക്ക് ഞാൻ പറയുക കേട്ടോ. നിങ്ങളുടെ കൊച്ചു മനസ്സിനകത്ത് വലിയ ആശയം കയറ്റുന്ന വഴിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സാത്താൻ ഇങ്ങനെ എങ്ങോട്ട് പോകാൻ പറ്റും? ഇവന്മാരുടെ കമ്മിറ്റി കൂടി നമുക്ക് എന്ത് ചെയ്യാം? എവിടെ കയറി പാർക്കാം. അപ്പോഴേ ഇവരൊക്കെയാണ് നമ്മൾ ഓട്ടിക്കണത്, ഇവരെ തന്നെ നോക്കാം. അങ്ങനെ നോക്കിയപ്പോൾ മക്കളെ കണ്ടുകിട്ടി. വായിക്കേ 2 യോഹന്നാൻ 9-ാം വാക്യം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആതിര് കടന്നു പോകുന്ന ഒരുത്തനും ഹല്ലേലൂയ നിലനിൽക്കുന്നു എങ്കിലോ പിതാവ് കൊണ്ട് പുത്രൻ. ഇത് മതിയടാ, നമുക്ക് പള്ളിയുടെ 4 ചുറ്റും കറങ്ങാം. ആരൊക്കെയാണ് വചനം അനുസരിക്കാത്തവരെ നോക്കാം. ഹലോ, ചിരി കറുത്താ നിങ്ങളെയൊക്കെ?
വചനം അനുസരിക്കാത്തവരെ സാത്താൻ നോക്കുക, കയറി പറ്റുക. കയറി പറ്റിട്ട് മിണ്ടാതിരിക്കുകയല്ല. നല്ല സൂപ്പർ അന്യഭാഷ, നല്ല സൂപ്പർ വെളിപ്പാട്, നല്ല സൂപ്പർ ദർശനം. കുമാരി ചേച്ചി, ഞാൻ ഒരു ദർശനം കണ്ടു കേട്ടാ. എൻ്റെ വീട്ടിനകത്തൊരു പാമ്പ് കിടക്കുക. ഓ കറക്റ്റാണ്, പാമ്പും കണ്ട കറക്റ്റാണ്. പക്ഷെ പറഞ്ഞ ആള് കറക്റ്റല്ല. പാമ്പ് കറക്റ്റാണ്. സ്വത്രം ഹല്ലേലൂയ. ഇവിടെ അപ്പോഴെന്ത് ചെയ്യും? ഈ സഹോദരി എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഓ അവള് പറഞ്ഞത് പുള്ളി കറക്റ്റ്. അപ്പൊ അടുത്ത ദർശനം കൊണ്ട് വരുമ്പോൾ അപ്പൊ പറ കേക്കട്ട്. ഗ്ലോറി. കാര്യം പുള്ളി പുള്ളിക്ക് കൃപയുണ്ട്. ആള് വേറെയാണ്. ഓർത്തോണം, ആള് വേറെയാണ്. ഇതാണ് പരിപാടി. സാധാരണ കയറിയിരിക്കുക. അതുകൊണ്ടല്ലേ ട്രിവാൻഡ്രം ജില്ലയില് മിക്ക ബന്ധക്കോസ്താരും തുള്ളും. 30 ഭാഷ സ്ഥാനപ്പെട്ടിട്ട് തുള്ളും. കാര്യം എന്താണ്? വചനം വേണ്ട, ഒരു ഇളക്കപ്പെരുപ്പം മാത്രം മതി ഇവിടെ. വചനം വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ഈ പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ ഒരു കൂട്ടുകുടുംബമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഒത്തിരി ആൾക്കാർ ഒരു കുടുംബത്തിലുണ്ട്. എല്ലാം ഒരു കാലത്തിൽ കഞ്ഞിയാണ്. കാണിക്കക്കുറ്റിയിൽ പാസ്റ്റർ മനോഹരൻ, അദ്ദേഹത്തിന് ചർച്ചിലാണ് പോകുന്ന എല്ലാവരും. ആ മനുഷ്യൻ ഒരിക്കൽ രാവിലെ എന്നെ വിളിച്ച് പറയാണ്, ഷാജി പാസ്റ്റർ നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ പറയും വീട്ടിലുണ്ട്, മണി 7 ആയുള്ളൂ. പെട്ടെന്ന് ഇത്തിരി പ്രാവശ്യപ്പെടുത്ത് വരുമോ? എന്നത്തിനാ? അവിടെ എൻ്റെ ഒരു വിശ്വാസം രാവിലെ തുള്ളുക. ആണോ? കാര്യം എനിക്കറിയില്ല, നിങ്ങളിത് പെട്ടെന്ന് വാ. അവിടെ ചെന്നപ്പോൾ ഒരു ഉയരം കൂടിയ പയ്യൻ കിടന്ന് ഇങ്ങനെ നീന്തുക. കാര്യമൊക്കെ ചോദിച്ചു എന്ന്. അവൻ നീന്തട്ടെ, അവൻ തുള്ളട്ടെ. ഏതോ ഒരു ആൾ കയറിയിരിക്കുക. അതൊന്നും പറയാൻ വന്ന വിഷയമല്ല. ഇവൻ്റെ ഒരു സ്നേഹിതൻ അവളെ വിളിച്ചു വരുത്തി അടിച്ച ഭാഷ നിങ്ങൾ സ്വാതന്ത്ര്യം. പോട്ടെ മോളെ, ഞാൻ നിനക്ക് വേണ്ടി മാപ്പ് ചോദിക്കാം. സ്വാതന്ത്ര്യം ലേലിയ. ഇവൻ്റെ ഒരു സ്നേഹിതൻ പാലിയോടി നിന്ന് വരിക. അവൻ വന്ന് അവൻ്റെ ബൈക്ക് കയറ്റിയാണ് കോവളത്ത് ഒരു ഹോട്ടലിൽ ജോലിക്ക് 2 ആൾ കൂടെ പോകും. സാത്താൻ ഇങ്ങനെ കൂടി പറഞ്ഞതപ്പം ഞാൻ നോക്കി എൻ്റെ പറയാണ്, ഇവൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം വരും, വരട്ടഞ്ഞോട്ട്. ഞാൻ അവനെ നോക്കിയിരിക്കുക തന്നെ. ഞാൻ അതാര്? അതിപ്പം വരും, വരുമ്പം കണ്ടോളൂ. ചുമ്മാ അല്ല പറഞ്ഞ, ഞാൻ ഒരു പണി കൊടുത്തിട്ടുണ്ട്, ഇപ്പം വരും, കാണാം. വന്നപ്പോൾ മണ്ടേ പൊട്ടി വരിക, ആക്സിഡൻറ്റ് പറ്റി. അവന് കുറച്ച് മുറിവ് പറ്റി. ശരി ഇരിക്കട്ടെ. അവൻ വന്ന് ചെമരെ ചാരിയങ്ങിരുന്ന് ഈ സാത്താൻ പിടിച്ചപ്പോൾ ഇവിടെ ഇരുന്ന്. ഇവൻ്റെ കൂട്ടുകാരന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊല്ലാൻ പോകും. അങ്ങനെ ഇങ്ങനെ തൊണ്ടേ പിടിക്കാൻ പോകും കൊല്ലാൻ വേണ്ടി. ഞാൻ പറഞ്ഞേ അവനൊന്നും ചെയ്യല്ലേ. അവന് പാലിയോട് ഒരു ബന്ധക്കോസ പള്ളിയിൽ ആരാധനയ്ക്ക് പോണ വിശ്വാസിയാണ്. നീ അവനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ സാത്ത ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. പറയാണ്, ഇവന്റെ പള്ളിയിൽ ദൈവമില്ല. കേട്ടാ പാസ്റ്ററെ? അപ്പൊ എൻ്റെ വാക്ക്, നീ പോസ്കുമാണ്, പോസ്കിന്റെ അപ്പനുമാണല്ലോ പിശാചെ. അപ്പോഴാണ് പിശാച് പയ്യെ പൊങ്ങിയിട്ട് ചോദിക്കണം, പാസ്റ്ററെ ക്രിസ്തുവിൻ്റെ ഉപദേശം ഇല്ലാത്തിടത്ത് ഞങ്ങളല്ലാതെ പിന്നെ ആരായിരിക്കേണ്ടേ? എൻ്റെ അഹവാളൊരു വെട്ടുവെട്ടി. അന്ന് പഠിച്ച ഉപദേശമാണ് ഞാൻ. അറിയോ? ഇത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവൂ? ചാട്ടം മാത്രം പോരാ, ഓട്ടം മാത്രം പോരാ, വർഷിപ്പ് മാത്രം പോരാ. നിൽക്കണം വചനത്തില്. വചനത്തിൽ നിന്നോണം. വചനമില്ലെന്ന് തൂക്കി അടിക്കും. പത്രം. അപ്പൊ സാധാരണ കൃപത നിർത്തിയേക്കുക. എനിക്ക് വല്ലതും പറയാൻ പറ്റൂ സാറേ? ഞാൻ പറഞ്ഞേ, നീ ഇപ്പം എന്ത് തീരുമാനിച്ചു? ഞാൻ മാറാം, പള്ളി മാറാം. ഞാൻ പറഞ്ഞു പള്ളി മാറിയല്ല. അവൻ ഒറ്റ നിമിഷം പള്ളി മാറിയവൻ. എന്താ പറഞ്ഞേ? ഇനി ഈ ഇരിക്കണ ആരെങ്കിലും ഞാൻ വല്ല ഓർക്കും പറഞ്ഞു വരാതിരിപ്പാൻ തെസ്സലോനിക്ക ലേഖനം എന്ന് തോന്നുന്നു നമുക്കെടുക്കാം. അവിടെ ഒരു വാക്യം കൂടി വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തെസ്സലോനിക്ക 2-ാം ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചു. മക്കളെ ശരിക്കും തെളിച്ചു വായിക്കും. ആരും കേട്ടോണം, ഒരു വിധേനയും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അടുത്ത്, ഒരാൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സാത്താന്റെ ആദ്യത്തെ ചിന്ത ഇവന്റെ വിശ്വാസം, പ്യൂർ സാധനം കളയണം. അടുത്ത് കേട്ടോ, നാശയോഗ്യനും, ആ പദം വിടല്ലേ, അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. വാക്കങ്ങനെ ദൈവാലയത്തിരുന്നു കൊണ്ട്. സെക്കൻഡ്, ദൈവം എന്ന് നടിച്ച്
ഞാൻ അങ്ങനെയല്ല, ദൈവമെന്നോ പൂജ വിഷയമൊന്നല്ല, ദൈവമെന്നോ. അവിടെ നമുക്ക് വേണം ദൈവമെന്നോ. പിന്നെ കോവില് പൂജാ വിഷയമെന്നോ. പിന്നെ മോസ്ക് പോട്ടെ, മതി, എൻ്റെ കാര്യം കഴിഞ്ഞു. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ. ആളിൻ്റെ പേരെന്താണ്? അധർമ്മമൂർത്തി. അതൊരു പ്രത്യേക സാധനമാണ്. ഈ പുള്ളി അമ്പലത്തിലും പോവും, മോസ്കിലും പോവും, പെന്തക്കോസ് പള്ളിയിലും വരും, CSIയിലും പോവും, ഓർത്തഡോക്സിലും പോവും, എല്ലാതും പോവും. അതുകൊണ്ടാണ് അച്ഛന്മാർ ജയിലിൽ, പാസ്റ്റർമാർ ജയിലിൽ, പൂജാരിമാർ ജയിലിൽ. എന്താ കേസ്? പോസ്കോ. അപ്പം അങ്ങനെ ഓപ്പുണ്ടല്ലോ, പോസ്കോ ഇല്ലയോ? നടക്കുക. സ്വതന്ത്രം. കാര്യം എന്താ? അധർമ്മം ചെയ്യിക്കില്ല. പാസ്റ്റർ, ഇദ്ദേഹത്തിനൊരു ധർമ്മമുണ്ട്, എനിക്കൊരു ധർമ്മമുണ്ട് അല്ലയോ? നമ്മളെ പൂജാരിമാർ പ്രസാദം കൊടുക്കുമ്പോൾ ഡോണ്ട് ടച്ച് ഇട്ട് കൊടുക്കണം. കയ്യെ തൊടാൻ പാടില്ല. കയ്യെ തൊട്ട അതറിയാം, അവർക്കറിയാം, തൊടാൻ പാടില്ല. അപ്പം അതൊരു ധർമ്മമാണ്, കുറ്റം പറയല്ല, ധർമ്മമാണ്. അതിന് വിപരീതമായിരിക്കട്ടെ അല്ലേ? അങ്ങനെ പറ്റില്ലല്ലോ, അത് മോശപ്പെടും. അപ്പം ആ ധർമ്മത്തെ അധർമ്മമാക്കി മാറ്റുന്ന വ്യക്തിയുടെ പിശാചിൻ്റെ പേരാണ് അധർമ്മമൂർത്തി. ഹല്ലേലൂയ. അപ്പം മക്കൾക്കൊരു ധർമ്മമുണ്ട്, അപ്പനമ്മയും ബഹുമാനിക്കുക. ആ ധർമ്മം ഇല്ലാതാക്കി അധർമ്മം കാണിക്കുക. ഇപ്പോൾ പണ്ടാണെങ്കിൽ ആൺകുട്ടികളെല്ലാം പറയും, പപ്പ ആണെങ്കിൽ അമ്മ ഞാൻ ഇപ്പോൾ വരാമേ, എവിടെ പോണ്ട, ഇപ്പോൾ വരാണ്ട കളവി. പക്ഷെ അതേ രീതി പെൺകുട്ടികളായി ഇന്ന്. അതേ കാര്യം പെൺകുട്ടികൾ, അഥവാ ഇത്തിങ്ങളെ വിട്ടില്ലെങ്കിൽ നാളെ ചാവും. ഞാൻ ചാവാതെ ജീവിക്കണമെങ്കിൽ എനിക്ക് പോകണിടത്തെല്ലാം നിങ്ങൾ അനുവദിക്കണം. തള്ളമാരിപ്പം വിറക്കുകയാണ്. തള്ളമാരിപ്പം എന്താണ്? വിറക്കുകയാണ്. അത് ഞാൻ പറഞ്ഞുതരാം, അപ്പോഴും മനസ്സിലാവുള്ളൂ കേട്ടോ. പറഞ്ഞുതരാം. സ്തോത്രം. വാക്യം യെശയ്യാവ് 3:12 വായിക്കും മക്കളെ. യെശയ്യാവ് 3:12. അല്ലല്ലോ, 3:12. എൻ്റെ ജനമോ കേട്ടാ, എൻ്റെ ജനമേ, നിങ്ങളുടെ സന്തതി ഉണ്ടല്ലോ, മക്കളുമാര്, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. എങ്ങനെ? കമ്പ് കൊണ്ടല്ല, മാനസികമായി പീഡിപ്പിക്കും. എന്നെ വിട്ടില്ലെങ്കിൽ, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ, ഈ ആരും കൊല എങ്ങനെ സംഭവിക്കുന്നു? കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇതെല്ലാത്തിനും ഒരു ക്യാപ്സൂൾ വാക്ക് ഞങ്ങൾ പറയാൻ സാറേ, അപ്പോൾ എൻ്റെ പ്രസംഗം പെട്ടെന്ന് തീരും. ഏത്? ഈ സബ്ജക്റ്റ് ചെയ്ത് സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കേട്ടോളി ദൈവമക്കളെ. വചനം എന്തും അനുശാസിക്കുന്നുവോ അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കണം. അതാണ് സാത്താന്റെ ലക്ഷ്യം അല്ലയോ? നിങ്ങൾക്കൊന്നും എൻ്റെ ഒരു വിഷമം തോന്നൂല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പോവുകയാണ്. വിഷമം തോന്നുമോ? ഇല്ല. എൻ്റെ മോള് 4-5 വർഷം ഡിഗ്രിക്ക് പഠിക്കുക, കോളേജ് കാഞ്ഞിരംകുളം. വീട്ടിൽ നിന്ന് അമ്മയോട് പറയാണ്, അമ്മ ഇന്നൊരു കുട്ടി ചുരിദാറിട്ടിട്ട് പേണ്ടിട്ടില്ല. പയ്യന്മാരവളെ കൂവി വിളിച്ച്. പിറ്റേ ദിവസം രണ്ടൂരും കൂടെ അങ്ങനെ വന്ന് അവളുമാരെയും കൂട്ടി കൂവി. പക്ഷേ കൂവം തോറും എന്നറിയാലോ, വചനം എന്ത് പറയുന്നു വിരുദ്ധമായി പ്രവർത്തിക്കണം. അപ്പനും അമ്മയും കീഴ്പ്പെടാൻ പറയുമ്പോൾ, സ്നേഹിക്കാൻ പറയുമ്പോൾ കഴുത്തറുത്ത് കൊല്ലുന്നു അല്ലേ? എന്ത് പറയുന്നു? ഘടകവിരുദ്ധമായി. ONV കുറുപ്പ് എത്ര വലിയ മഹാമനുഷ്യനാണ്. ആ മനുഷ്യനല്ലേ ഒരിക്കൽ യേശുമാരുടെ സംഘടനയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. നിങ്ങളൊക്കെ പത്രത്തിലും ടിവിയിലും കണ്ടതാ. വേശ്യാ സംഘടനയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയത് മഹാകവി ONV കുറുപ്പ്. ഞാൻ പറയും, ഈ മനുഷ്യനെ ആരുടെ ഈ കവിയാക്കി മാറ്റിയത്? സ്വതന്ത്രം ആർക്കടാ ഇപ്പൊ കുഴപ്പം? സ്വതന്ത്രം അല്ലേ? പറ, വിവേകികളായത് കൊണ്ട്, ജ്ഞാനികളായത് കൊണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മൂഢന്മാരായിപ്പോയി. അവർ മൂഢന്മാരായിപ്പോയി. എന്നെ കേൾക്കുന്ന ജനമേ, ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ക്രിയാത്മകമായി പറയുകയാണ്. ഈ വചനം നമ്മളെ സ്വാധീനിക്കണം. അങ്ങനെ മനുഷ്യൻ നിലവിളിക്കുക. അന്നേരം യേശു ക്രിസ്തു വന്നാൽ നമ്മൾ പഠിപ്പിച്ചു, അവിടെ നിൽക്കുക. യേശു വന്നു, ചോദിച്ചു, എന്തിനാടാ വിളിക്കുന്നേ? പറയുകയാണ്, കഷ്ടമുണ്ട് യേശുവേ, ഇത് വായ്പ വാങ്ങിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിലവിളിക്കുകയാണെങ്കിൽ യേശു മുമ്പ് നിൽക്കുക. അപ്പോൾ നിലവിളിക്കുന്ന ഒറ്റ ചോദ്യം. എന്തായാലും യേശുവിന് കാര്യം മനസ്സിലായി. എന്താണ് മക്കളെ മനസ്സിലായത്? സാധനം കയ്യിൽ നിന്ന് പോയി. പുള്ളി ഇപ്പം വെച്ചോണ്ടിരിക്കുന്ന കമ്പ് മാത്രമേ ഉള്ളൂ.
കോടാലി പോയി മനസ്സിലായി. വിടുന്നത് എവിടെയാ? യോർദാൻ നദി. ശരി, ഇരിക്കട്ടെ. അന്നേരം യേശുക്രിസ്തു ഞാനാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ എന്നെക്കാളും വില്ലനാണെന്ന് തോന്നുന്നു. സഹോദരം, ഈ മനുഷ്യൻ ചോദിച്ചു, ഞങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്താ വിളിച്ചത്? കോടാലി പോയി പാസ്റ്ററെ. എവിടെ പോയി? യോർദാൻ നദിയിൽ പോയി. എങ്ങനെ പോയി? എട്ടിയപ്പോൾ പോയി. എങ്ങനെ വെട്ടി കാണിരി? റോൾ മോഡല്. എടാ മണ്ടച്ചാര്, ആരെങ്കിലും ഇത്രയും ഉയർത്തി വെട്ടുമോ? അടുത്ത നദിയില്ലേ, അത് വീഴുന്നാ പോവൂലേ? നീ എന്തിനാ ഇത്രയും ഉയർത്തിയത്? അതുകൊണ്ടല്ലേ പോയത്. പിന്നെ പള്ളി കയറ്റാതാക്കും. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ചോദ്യം, ആ പൊണ്ടായിരുന്നാടാ? ഇങ്ങനെയൊന്നുമല്ല. പിന്നെ മക്കളെ പറ, എവിടെയാ വീഴുന്നേ? ഒറ്റ ചോദ്യം. അധികം ഒന്നും ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല. നിന്നോട് ഒന്നും ചോദിക്കാൻ മനസ്സില്ല. ഒറ്റ ചോദ്യം. നിനക്ക് കണ്ണും തിരുമ്മി വായപ്പൊത്തിക്കൊണ്ട് സ്ഥലം പറഞ്ഞോട്. സ്ഥലം പറ. ഇന്ന് പകലിലെ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെടട്ടെ, എന്നെ വെടിവെക്കപ്പെടട്ടെ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. നാഥന് ഒറ്റ ചോദ്യവും സെക്കൻഡ് ഒരു കൽപ്പന. ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതാണ് എൻ്റെ നാഥൻ, അതാണ് എൻ്റെ കർത്താവ്. അവൻ നിന്റെ അകൃത്യത്തെ ചവിട്ടിക്കളയോ, അവൻ നിന്റെ പാപത്തെ ക്ഷമിക്കോ. ദൈവം ചോദിക്കുകയാണ്, മക്കളെ നീ എവിടെയാ വീഴുന്നത്? നിന്റെ വീഴ്ചയെന്ന് പറയാമോ? നിനക്ക് മറച്ചു വയ്ക്കാതെ സ്ഥലം കാണിച്ചു കൊടുക്കാമോ? ആ പർട്ടിക്കൽ പോയിന്റ് പറഞ്ഞോളൂ മക്കളെ, അവിടെ വിടുതടക്കാൻ പോകുകയാ. ഇത് പറയുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ഇത് പറയാനാ ഇവിടെ വന്നേക്കണേ, ഇത് പറയാനാ വന്നേക്കണേ. സ്വത്രം. നല്ല പ്രവാചകന്മാര് വരുമ്പോ അങ്ങനെയുള്ളവരൊക്കെ തൂക്കട്ടെ ദാസന്മാര്. എനിക്ക് കണ്ണില്ല, അഥവാ പറഞ്ഞ ഞാനും പറയും. എനിക്കൊരു വിശ്വാസമുണ്ട്, എന്നറിയാമോ? സത്യം പറഞ്ഞ കർത്താവേ, സത്യം പറയാൻ അനുഭവം വെച്ച് പറയാണ്. നമ്മൾ പ്രവാചകനല്ല, പക്ഷെ ഒരു കാര്യം പറയാം. പ്രവാചകന്മാരുടെ പ്രവാചകൻ എന്ന് പറഞ്ഞ ആരെന്നറിയാമോ? കഴുത. കഴുത. എന്തിനാടാ നീ ഇങ്ങനെ എന്നെ അടിക്കുന്നത്? അല്ലയോ യജമാനനെ, എന്തിനാ എന്നെ അടിക്കുന്നത്? ഈ കണ്ട കാലം ഒത്തിരി എൻ്റെ കുറുക്കിലല്ലേ നടന്നത്. എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാ? അങ്ങനെ പറയുന്നൊരു കഴുത അത് സമയോചിതമായി ഇടപെടും എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവദാസൻ എന്നെ പഠിപ്പിച്ചത്, എടാ നിൻ്റെ അടുത്തിരിക്കുന്നവനോട് ദൈവത്തിന് എമർജൻസി ആയിട്ട് ദൂത് പറയണം. നീയേ ഉള്ളൂ, നിന്നെ അന്നേരം കർത്താവ് പ്രവാചകനാക്കി മാറ്റും. നിന്റെ അടുക്ക ഇരിക്കുന്ന ദൂത് പറഞ്ഞ ദൈവത്തിന് നീയേ ഉള്ളൂ. അപ്പോഴേ നിന്റെ അതര ദൈവം തന്നിരിക്കും, നീ പറഞ്ഞിരിക്കും, നീ അത് വിശ്വസിക്ക. അത് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചതാ. ഹല്ലേലൂയ. ഈ മനുഷ്യന് ഈ യേശു ചോദിക്കുകയാണ്, എവിടെയാ വീഴുന്നേ? അപ്പൊ ഇന്ന് ഈ പകലിൽ ഇവിടെ ഇരിക്കുന്നില്ല. നിങ്ങളോട് ഒറ്റ ചോദ്യം ദൈവത്തിന് ചോദിക്കാനുള്ളൂ. ഞാൻ എന്തൊക്കെയോ കിടന്ന് പോലെ പ്രസംഗിക്കും, ദൈവദാസൻ എന്തൊക്കെയോ പറയും. നമ്മളെല്ലാവരും നാദം വന്നു കഴിഞ്ഞ ഒറ്റ ചോദ്യം, വീഴുന്നത് എവിടെ? ഞാൻ പൂരിപ്പിക്കുന്നു. നിങ്ങൾ പറയാൻ പോവുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാ, കർത്താവേ ഞാൻ ആ കല്യാണ വീട്ടിലാ വീടുന്ന് പോയേ. കർത്താവെ ഞാൻ ഈ മരണ വീട്ടിലാ വീടുന്ന് പോയേ. കർത്താവെ ഞാൻ ആ ബസ്സിനകത്താ വീടുന്ന് പോയേ. കർത്താവെ ഞാൻ എൻ്റെ വീട്ടിലാ വീടുന്ന് പോയേ. പ്ലീസ്, പറ്റുമോ പറയാൻ? പറ്റുമോ? നിനക്കറിയാം സ്ഥലം, നിനക്കറിയാം കാര്യം. നിന്റെ എന്നാ ഊരിപ്പോയ കോടാലി, നിന്റെ കൈക്കിരുന്ന കോടാലി പോയപ്പോൾ നീ കണ്ടത് വീഴുന്ന സ്ഥലം നിനക്കറിയാം. കൂടെ നിന്ന ഒരു മുറിപ്പുകാരനും കണ്ടിട്ടില്ല, നീ മാത്രം ആ കണ്ണ് കണ്ട്. നിന്റെ കോടാലി വീഴുന്നതിന് ശേഷമാണ് ആൾക്കാർ ചോദിച്ചു, എന്താ പറ്റിയത്? കോടാലി വീഴുന്നു. എവിടെയാ? അത് അവിടെയാ. അവർക്ക് അറിയത്തുള്ളൂ. നിനക്ക് ആ പർട്ടിക്കൽ പോയിന്റ് അറിയാം, നിനക്ക് ആ സ്ഥലം അറിയാം. ഇന്നതാ ആ ചേമ്പിന്റെ മുട്ടില, മാവിന്റെ മുട്ടില, പുളിയുടെ മുട്ടില, എനിക്കറിയാം. കാര്യം എന്റേതാ പോയത് കോടാലി. ദൈവ ശക്തി വ്യാപരിക്കും. നിന്റെ ജോലി രണ്ടാണ്. ഒന്ന്, ആ സ്ഥലം പറയുക, അത് സത്യമായിരിക്കണം.
അന്നേരം അത് ഇത്തിരി ദൂരം കൂടുതലാണല്ലോടേ. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അടിയിൽ ചള്ളയാണല്ലോ, ചെളിയാണല്ലോ, അങ്ങനെയൊന്നുമില്ല. വിടുന്നത് എന്താ മക്കളെ? കോടാലി, വചനം പോണ പൊക്കട്ടോ. ഈ പ്രവാചകൻ വൃക്ഷക്കൊമ്പ് വെട്ടി അവിടേക്ക് എറിഞ്ഞ്. എവിടെ എറിഞ്ഞേ? ഈ പുള്ളി ചൂണ്ടിക്കാണിച്ചില്ലേ? സ്ഥലം മാറിയെങ്കിലോ പണ്ട് ഏതോ മനുഷ്യൻ്റെ പേശയായിരിക്കും പൊങ്ങി പറഞ്ഞത്, ഒഴുക്കത്ത് പോയത് അല്ലയോ? സ്ഥലം മാറിയില്ല, അവിടേക്ക് വലിച്ചെറിഞ്ഞു. അന്നേരം കോടാലി പൊങ്ങി വന്നെന്ന് എഴുതിയില്ല. കോടാലി പൊങ്ങി വന്നെന്നല്ല എഴുതിയത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം. അവിടെ പറയുന്ന കുഞ്ഞുങ്ങളെ, ആ ഇരുമ്പ് പൊങ്ങി വന്നു. ആ വാക്കിൻ്റെ അർത്ഥം അറിയാം മോനെ? ഇരുമ്പ് വെള്ളത്തിൽ പൊങ്ങുകയില്ല. പക്ഷെ ഇപ്പം പ്ലാസ്റ്റിക് പോലെ നിൽക്കുക. എങ്ങനെ? ഇരുമ്പ് അസാധ്യം, നിനക്ക് അസാധ്യം. ഈ പ്ലാസ്റ്റിക് പോലെ പൊങ്ങിയത് ദൈവത്താൽ സാധ്യം. എങ്ങനെ സാധിച്ചു? നിന്റെ വാക്കിനാൽ സാധിച്ചു. നീ ഏറ്റു പറഞ്ഞപ്പോൾ നിനക്ക് കരുണ കിട്ടി. നിന്റെ അകൃത്യം ചവിട്ടുന്നവൻ, നിന്റെ പാപം മോചിക്കുന്നവൻ, നിന്നെ വീണ്ടും കരുണ കാണിക്കുന്നവൻ, നിന്നോട് വീണ്ടും ദയ തോന്നുന്നവൻ, ജീസസ്. നിന്നോട് വീണ്ടും ദയ തോന്നുക ദൈവത്തിന്, നിന്നോട് വീണ്ടും കരുണ തോന്നുകയാണ്. വീണ്ടും കരുണ തോന്നുന്നു ദൈവത്തിന്. അങ്ങനെ താങ്കൾക്ക് എന്ത് ചെയ്യാം? അടുത്ത സെന്റൻസ് വളരെ ചേലാണ്. ആ ഇരുമ്പ് പ്ലാസ്റ്റിക് പോലെ ഫ്രണ്ട് വന്ന് നിന്നപ്പോൾ ഈ മനുഷ്യൻ, എന്റെ കോടാലി ചാടി വീഴുന്നില്ല. വീഴുന്നോ? ഞാൻ പറയണോ? അതിശയിച്ച് നിൽക്കുക. സാറേ എന്താണ് കാര്യം? കോടാലി പ്ലാസ്റ്റിക് ഒരു പൊങ്ങി നിൽക്കുകയല്ലേ. അപ്പൊ ഈ അടുത്ത എലീശയുടെ വാക്ക്, കൈ നീട്ടി പിടിച്ചോളുക. അവനതിനെ കൈ നീട്ടെടുത്ത്, നിനക്ക് കൈവെള്ളക്കകത്ത് വരും. അകന്നു പോയെന്ന് ചിന്തിക്കുന്നില്ലേ? അങ്ങ് വളരെ വിദൂരത്തിലായെന്ന് ചിന്തിക്കുന്നില്ലേ? ആണ്ടുകൾ പഴക്കവിടെ നീ പറയുന്നില്ലേ? ഒരുപാട് അകലെ നീ ചിന്തിക്കുന്നില്ലേ? നിന്റെ കൈവെള്ളക്കകത്ത്, നിന്റെ കൈ നീട്ടിപ്പിഴ കണക്കിന് ഉപവാസ പ്രാർത്ഥനയില് നിന്റെ കൈക്കകത്ത് വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് നീ ചിന്തിച്ചിരിക്കുന്നത് നിന്റെ കൈക്കകത്ത് വരാൻ. ജീസസ്, നിന്റെ കൈക്കകത്ത് വരാൻ. നിന്റെ കൈക്കകത്ത് വരാൻ, നീ പിടിച്ചെടുക്കുവാൻ കിടക്കിന് നിന്റെ സമീപം വരാൻ പോകുകയാ. ഹല്ലേലൂയ. നീ പിടിച്ചെടുക്കാൻ പോവുക. ഈ മനുഷ്യനെ കയ്യെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഒരു ചിന്ത, എൻ്റെ ദൈവമേ. ഇപ്പോഴാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം മരം മുറിക്കാൻ പോവാൻ പറഞ്ഞപ്പോഴേ ഒരുത്തൻ നിലവിളിച്ചില്ലേ? അവൻ്റെ പേരൊന്നില്ല, അത് ഈ പുള്ളിയ. എന്താ കാര്യം? ഇവനറിയാം ഇത്തിരി ആട്ടമുണ്ട്, ചിലപ്പോൾ ഊരും. ഈ മനുഷ്യ ഇല്ലെങ്കിൽ ദാനം കിട്ടുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിക്കോദിയോസിനോട് പോലെ രാത്രി വരുന്ന പ്രാർത്ഥിക്കാൻ. സഹോദരം, ഇവിടെ വന്നാൽ വിടുതലുണ്ടെന്നറിയാം. ഇവിടെ വന്നാൽ വിടുതലുണ്ട്. സഹോദരം, ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലെ ഒരു CSL വിശ്വാസി, എൻ്റെ പ്രായം വരും, മനുഷ്യൻ രാവിലെ വന്നിരുന്ന് കരയുക, വരാതിരുന്ന് കരയുക. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞാൽ, ഇന്ന ആൾ വന്ന് കരയുന്നു. ബാബു, എന്തിനാ കരയില്ല? എന്തിനാ വരാ? അതെൻ്റെ മോക്ക് സുഖമില്ല. അതിന് ആശുപത്രി പോയില്ലേ? അങ്ങനെയല്ല പാസ്റ്ററെ, പെണ്ണിന് വേറെ എന്തോ കുഴപ്പമാണ്. അത് പ്രാർത്ഥിച്ചില്ലേ? അത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ല. അവിടെ ഇപ്പം എന്തേ മോണ്? അല്ല, എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ വിളിക്കാൻ. അപ്പം ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഭാര്യ നേരത്തെ പെന്തക്കോസ്തുകാരിയാ. അങ്ങനെ വിളിച്ചേക്കുക, പെണ്ണ് മിണ്ടാതിരിക്കുക. ഇതുപോലൊരു പെങ്കൊച്ച്. ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞൂടെ, എങ്ങനെ സംഭവിച്ച ഒരു പിടിയില്ല. അപ്പോൾ ഈ പൊങ്കൊച്ച് പഠിക്കാൻ പോയ സമയത്ത് സന്ധ്യവാകര് പോയപ്പോൾ ആത്മാവ് പറഞ്ഞു എന്ന കാര്യമാണ് പറയുന്നത്. പരിശുദ്ധം ഇങ്ങനെയാണ് സംഭവം അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണ് സംഭവം, എന്താണ്? സന്ധ്യാസമയത്ത് ഒരു 5-6 മണിക്ക് അങ്ങനെ പഠിക്കാൻ പോയിട്ട് വരിക. വെറ്റ ഇട്ടിരിക്കുന്ന കൊടിയുണ്ട്,
അവിടെ എത്തിയപ്പോൾ പെണ്ണ് വയസ്സായി, പ്രായപൂർത്തിയായി. ആ സമയത്ത് പെട്ടെന്ന് ആ വെറ്റക്കുടിയിലകത്ത് ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ തോന്നി പെണ്ണങ്ങ് പേടിച്ചു പോയി. ആ അങ്ങനെ ഒന്നൊന്നായിട്ട് പൊക്കട്ടെ സ്വതന്ത്രം. വെറ്റക്കുടിക്ക് ഒരാൾ പെണ്ണ് പേടിച്ചു, പെണ്ണങ്ങ് ബന്ധിക്കപ്പെട്ടു. അത്ര അല്ലേ ലൂയ. ഇങ്ങനെയുള്ള ഭാഷന്മാരൊക്കെ പണ്ടേ ഉണ്ട്, ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ ഇപ്പോൾ കൂടെ കണ്ട്. അല്ലേ ലൂയ. സ്വതന്ത്രം ഡൈ എല്ലാവരും നോക്കണം, അടുത്ത പിടി വീഴും. സ്വതന്ത്രം. എന്നിട്ട് പറയാണ് പാസ്റ്റർ പള്ളിക്ക് ഇന്നത് ചെയ്യും, പാസ്റ്ററെ കൊണ്ട് കൺവെൻഷൻ വയ്ക്കും. പക്ഷെ ഇതെല്ലാം ചെയ്ത് അച്ഛനെ കൊണ്ട് ശേഷിനും കൊടുത്ത് എന്നെ പിന്നെ മറന്നേ പോയി. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുമ്പോൾ അവിടെ പോയാൽ കാര്യം സാധിക്കുമെന്നറിയാം. അവിടെ പോയാൽ കാര്യം സാധിക്കുമെന്നറിയാം. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്താ പറയുമ്പോൾ പോകാൻ നേരത്തെ വിളിച്ചത്, യജമാനനെ ദൈവം ഉണ്ടായിട്ട് വരണേ പറഞ്ഞില്ല. കോടാലി ആപ്പ് കുറവെന്ന് പറഞ്ഞില്ല. ഇയാൾ ഉണ്ടെങ്കിൽ കാര്യം സാധിക്കുന്നത്, കാര്യം സാധിച്ചു. വെറും കയ്യും കൊണ്ട് പോവാതെ കോടാലി വെച്ചുകൊണ്ട് പോകാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ ഇന്ന് പകൽക്കാല ദിവസം എന്ത് ചെയ്യണം? പറയണം. അപ്പൊ അതിനകത്ത് വന്ന ഹൈലൈറ്റ് എന്താണ്? ഈ സാധനം കിട്ടിയത് ഇവൻ പറഞ്ഞു. എന്താ പറഞ്ഞു? വീഴുന്ന സ്ഥലം അങ്ങ് എന്ന് പറയാമോ? സ്വതന്ത്രം അല്ല, ഈ സമയം എന്ന് പറയണത് എങ്ങ പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ. സ്വതന്ത്രം എന്താ പ്രശ്നം? അല്ല, അതിങ്ങനെ കുറേ എടുത്തല്ലേ പാസ്റ്ററെ. ഞാൻ ഈ നോക്കി പിടിച്ച് വരുമ്പോഴത്തേക്കും സമയം അങ്ങ് പോകും. അപ്പം ഇതിനെ നോക്കി അങ്ങ് പറയാം. അപ്പോൾ 12:35 പെട്ടെന്ന് നിർത്താം കേട്ടോ. ഞാൻ പാസ്റ്റർ പറഞ്ഞാൽ 1 മണി വരെ എടുക്കാം കേട്ടോ. വിഷമമില്ലല്ലോ. ഇല്ല, പാസ്റ്റർ ഇങ്ങനെയാണെങ്കിൽ 2 മണി വരെ പൊട്ടെന്ന് പറയും. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ വിടുതലുണ്ടായത്. നമുക്കും പറയാൻ ഇത് തന്നെയാണ് പോയിന്റ്. എന്ത് ചെയ്യാം? പറയാം. പക്ഷേ ഞാനൊരിടത്ത് പോയപ്പോൾ എല്ലാവരും പോയിട്ടും രണ്ടുപേരും പോവില്ല, ഇന്നിങ്ങനെ കറങ്ങയാണ്, അടിക്കാൻ നിൽക്കും പോലെ. അവസാനം നാട്ടുകാർ വീട്ടിലെ പള്ളിക്കാർ മൊത്തം പോയിട്ട് വന്ന് പറയുകയാണ്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? വീഴുന്ന പുള്ളിൽ ഇങ്ങനെയാ. ഞാൻ പറയുന്നത് കോളം കലങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? എടുത്തങ്ങ് ചാടണം. പറ്റുമോ? ഇന്ന് ഞാൻ അധികം പ്രസംഗിക്കേണ്ട കാര്യമില്ല. താക്കോല് കിട്ടിയെങ്കിൽ തുറന്ന് കയറ്. നിങ്ങളോടും കൂടെ തന്നെയാ പറയുന്നേ. അങ്കിളങ്ങ് ആൻറ്റിമാർക്ക് വിട്ടുകൊടു. പാലിയോട് ഒരു CSL അച്ഛന് പെൻഷനായിട്ട് ലോഹ ഇടുകയുള്ളൂ. അച്ഛനതിൽ 10 രൂപ കൊടുത്ത് ബൈബിള് കിട്ടും, ഇംഗ്ലീഷ് ബൈബിള്. ഞാൻ കുറേ വാങ്ങാൻ വേണ്ടി പോയി. ചെന്നപ്പോൾ എന്നെ അങ്ങ് പരിചയപ്പെട്ടു. ഇയാൾക്ക് എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഉപദേശം നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ചു. ചെല്ലുമ്പോഴൊക്കെ പ്രാർത്ഥിപ്പിക്കും. ഞാൻ ചോദിച്ചു, അച്ഛോ കമ്പനി ആയപ്പോൾ അച്ഛോ അച്ഛനോട് കാര്യം ചോദിച്ച് പണങ്ങുക. പാസ്റ്റർ ചോദിക്കേ, അല്ല അച്ഛൻ പെൻഷനായില്ലേ? കുറേ വർഷമായില്ലേ? പിന്നെ ഇതിനാ ഇപ്പോഴും ഈ ലോഹ ഇടുന്നത്? അത് പാസ്റ്ററേ, നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോഴേ ഇത് ഇട്ടിരുന്ന ഒരു അറ്റാക്ക് അങ്ങ് ഒഴുകി നിൽക്കും. പിള്ളേരൊന്നും അത്ര പസ്റ്റല്ല. ഈ കിളവൻ പറയണ വർത്തമാനം. സ്വത്രം ഈ മൂപ്പിലാൻ പറഞ്ഞ വർത്തമാനം അപ്പച്ചനായി എത്രയോ പ്രായം. ഞാൻ എന്തെന്നച്ചാ പറഞ്ഞ പിള്ളേരൊന്നും ശരിയല്ല. ഞാൻ അവിടെ നിന്ന് കുറിച്ചെടുത്തു, പഠിച്ചു. എനിക്ക് ചവറൊന്നും വേണ്ട, ഞാൻ മറമ്പം മാത്രമേ പഠിക്കാൻ നിൽക്കുകയുള്ളൂ. അത് ഞാൻ ഒരു കുടിയം പറഞ്ഞാലും എടുക്കും. ഒരു കുടിയം പറയാണ്, പാസ്റ്ററേ മനുഷ്യൻ വയസ്സാവും, മനസ്സ് വയസ്സാവൂല. നീ എന്താ ഒന്നുകൂടെ പറയടേ? പാസ്റ്ററേ മനുഷ്യൻ വയസ്സാവും, മനസ്സ് വയസ്സാവൂല. അതല്ലേ കളവന്മാരും കിടക്കണം ജയിലില്. അല്ലേ പറ, അല്ലേ ലൂയാ. ഈ വർഷം പോകുമ്പോൾ തൊലിയൊക്കെ ഇങ്ങനെ ആകുന്ന നരം പിടിക്കുന്നത് ഒക്കെ ശരിയാ. പക്ഷെ മനസ്സ് ഇന്ന് 26 വയസ്സാ. അല്ലേ അങ്കളെ? മടങ്ങി വരാം. ഞാൻ ചോദിക്കുന്നത്, നമുക്കൊന്ന് കരയാൻ പറ്റുമോ? ഞാൻ എൻ്റെ സാക്ഷ്യത്തിൻ്റെ അറ്റത്ത് കയറി പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവം നമ്മൾ ഇന്ന് പകലിൽ വളരെ മാനിക്കും. അവിടെ നമ്മൾ വായിച്ച വചനത്തിലേക്ക് മീഖ സ്വതന്ത്രം പറയുകയാണ്. ഇങ്ങനെയാണ്,
ദൈവം നമ്മോട് വീണ്ടും കരുണ കാണിക്കും. എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്കാണ് എന്താണ്? നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടി കളയും. ഇന്ന് പകലില് വേറെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ രണ്ട് കാര്യം ഒന്ന് നിങ്ങൾ പറയാമോ? ഈ രണ്ട് കാര്യം ഒന്ന് പറയാമോ? ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പറ. അവൻ നമ്മോട് കരുണ കാണിക്കണം. എങ്ങനെ വാക്കുണ്ടോ? വീണ്ടും 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 കരുണ കാണിക്കണം. പറയുന്നു, അകൃത്യം ചവിട്ടിക്കളയും. ഒറ്റുപിടിച്ച് നിൽക്കുന്നത്, ഉറകൂടി നിൽക്കുന്നത് രാത്രി മാറണം. കുടുംബജീവിതങ്ങളെ സ്വാതന്ത്ര്യം. പാസ്റ്ററുടെ കയ്യിൽ വടിയുണ്ട്. ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകും അടി കൂടണമെങ്കിൽ. ഞാൻ പറയില്ല, പാസ്റ്റർ കണ്ടില്ല അങ്ങായോണ്ട്. പാസ്റ്റർ അവിടെ അടിയാ. സ്വാതന്ത്ര്യം. കുടുംബജീവിതങ്ങളോട് പറയുകയാണ്, കേട്ടോളി. സ്വാതന്ത്ര്യം കുടുംബക്കാരോട് പറയുകയാണ്. അങ്ങനെ തോന്നും പറയാം കേട്ടോ. ഫാമിലീസേ പറയാണ്, 25ാമത്തെ വർഷമല്ലേ, ഒരു സഹോദരൻ സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരെ കല്യാണം കഴിച്ചു. സന്തോഷമായി ജീവിക്കുക. അങ്ങനെ കുറേ നാട് കഴിഞ്ഞപ്പോൾ ഇവിടെ സൗന്ദര്യത്തിന് മാറ്റം വന്നു. ഇവിടെ മുഖത്തെന്തോ ഒരു പാണ്ട് വീഴുന്നു. അതൊരു രോഗമായിരുന്നു. ആ രോഗം അവളെ സൗന്ദര്യത്തെ കവർന്നു കൊണ്ടുപോവുക. അങ്ങനെ വന്നപ്പോൾ ഈ പുരുഷന് ഒരു ആക്സിഡന്റ് പറ്റി. അദ്ദേഹം 2 കണ്ണ് നഷ്ടപ്പെട്ടു പോയി. കണ്ണ് കാഴ്ചയില്ല. കണ്ണ് കാഴ്ചയില്ലാത്ത ഈ മനുഷ്യനും ആകൃതി വികൃതിയായ ഈ സ്ത്രീയും സന്തോഷകരമായി പഴയതിനേക്കാൾ ഭംഗിയായി കുടുംബം കൊണ്ടുപോവുകയാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അങ്ങ് മരിച്ചുപോയി. അവൾ അന്ത്യകൂദാശയെല്ലാം ഭർത്താവ് ചെയ്തു. എന്നിട്ട് അവനൊരു നാട്ടിലേക്ക് പോകാൻ യാത്രയാവുകയാണ്. തന്നെ പരിചയമുള്ള സ്നേഹിതൻ വന്ന് ചോദിക്കുകയാണ്, കൂടപ്പുറപ്പേ, നീ എവിടെ പോവുക? നീ എങ്ങനെ ജീവിക്കും? ഒരു നിഴല് പോലെ നിന്നോട് കൂടെ നിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. നീ ഇനി എങ്ങനെയാ ജീവിക്കുന്നത്? ആ മനുഷ്യൻ പറയുകയാണ്, സഹോദര, സ്നേഹിത, ഞാൻ അന്ധനല്ല. പിന്നെ ഞാനിത് അഭിനയിക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോഴേ ആ നഷ്ടബോധം ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് അതിന് വളരെ തകർച്ച ഉണ്ടാകുന്നത്. അവളെ ഹൃദയം വളരെ വേദനിക്കുന്നത് അവളുടെ ഭർത്താവെന്ന് ഞാൻ അറിയുമ്പോഴാണ്. പക്ഷേ എനിക്ക് കണ്ണുകളില്ല എന്നാണ് കണ്ടപ്പോൾ അവളുടെ ജീവിതം സന്തോഷമായിരുന്നു. ഞാൻ അഭിനയിക്കുകയായിരുന്നു. വേറെ ആളുടെ കുറവിനെ കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റുമോ? കുടുംബജീവിതം സന്തോഷമായി പോകും. നിന്റെ കൂടെയുള്ള അവരെ കുറവൊന്ന് കണ്ടില്ല എന്ന് വയ്ക്കൂ, നിങ്ങളുടെ ജീവിതം സന്തോഷമായി പോകും. പ്ലീസ്, ഒന്ന് കണ്ടില്ല എന്ന് പറ. യെശയ്യാ പ്രവചനം പറയുന്നത്, എൻ്റെ ദാസനെ പോലെ ചെകിടനാര്, അന്ധനാര്, ഊമനാര്. ഒരു യഥാർത്ഥ ദൈവഭക്തൻ അന്ധനാണ്, ചെകിടനാണ്, ഊമനാണ്. അവന് സംസാരിക്കണം. ചില സാഹചര്യങ്ങൾ സംസാരിക്കത്തില്ല. ചിലതൊന്നും അവൻ കണ്ടിട്ടില്ല, ചിലതൊന്നും അവൻ കേട്ടിട്ടില്ല. തൻ്റെ ദാസനെ പോലെ ചെകിടനാര്. ഞാൻ ചോദിക്കുന്നു, കൊല്ലാമായിരുന്നെങ്കിൽ ദൈവത്തിന് എന്നേ നമ്മളെ കൊല്ലാമായിരുന്നു. പക്ഷെ നമ്മൾ എന്തേ അവരെ പാപം ക്ഷമിച്ചു കൊടുക്കാത്തത്? നിങ്ങൾക്ക് മറ്റൊരാളുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അനാദിയായി നിങ്ങളുടെ പാപങ്ങൾ ദൈവം എങ്ങനെ ക്ഷമിച്ചു തരും? പ്ലീസ്, എൻ്റെ വാക്കുകൾ ഇപ്പോൾ സ്റ്റാമ്പ് കുത്തുന്നുമ്പേ ആയിട്ട് നിങ്ങൾക്കൊരു വിശ്വാസം വരുമോ? എൻ്റെ പാപം ദൈവം ക്ഷമിക്കും. നിങ്ങളൊക്കെ പാപിയെന്ന് ഞാൻ പ്രസംഗിച്ച് വരികയാണോ ദൈവമക്കളെ? എൻ്റെ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ധൈര്യമായി പ്രസംഗിക്കുന്ന ഒരു കാര്യം, 500 പേര് ഇരിക്കുന്ന ഒരു സദസ്സായാലും ഒരുത്തനാണ് ഈ വചനം ആവശ്യമെങ്കിൽ 499 പേരും ഫെയിലാണ്. അവർ ഇത്രയും പേര് പറയും, ഇയാൾ എന്തോ പ്രസംഗിക്കുന്നേ. പക്ഷെ ദൈവത്തിൻ്റെ കൾച്ചറ് 99 വേണ്ട. കാണാതെ പോയി ഒന്നിനെ തേടി പോകുന്നവനാ. കാണാതെ പോയി ഒരാടിനെ നോക്കി പോകുന്നവനാ. 99 ആടല്ല വലുത്. കാണാതെ പോയ ഒന്നിന് ഇതിനകത്ത് ആരെങ്കിലും ഒരാളെങ്കിലും എഴുന്നേറ്റ് വരുവാനുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുവാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ ഈ വചനം അവനെ പ്രാപ്തിയാക്കട്ടെ, അവന് കരുത്ത് കൊടുക്കട്ടെ. ആ സഹോദരി എഴുന്നേൽക്കട്ടെ. എന്തിന് താഴെ പോകുന്നു, എന്തിന് നിരാശപ്പെടുന്നു? നിന്നെ തകർക്കാൻ ദൈവത്തിന് മനസ്സില്ല.
സ്നേഹത്തോടെ ചോദിക്കുന്നു. ആരും താഴ്ന്നു കൊടുക്കണ്ട, ആരും ഉയരാൻ വേണ്ട. ഞാൻ സ്നേഹത്തോട് ചോദിക്കുന്നു, ഈ സ്പോട്ടിൽ നാളെയല്ല, രാത്രിയല്ല, ഇപ്പോൾ വിടുതല. എങ്ങനെയാണെന്നറിയാമോ? ഈ വചനം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ് ആർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? ഈ വചനം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ് ആർക്കിപ്പോൾ എഴുന്നേക്കാൻ പറ്റും? എന്നിട്ട് എന്റെ മുഖത്തോട്ടോ ഈ പുൽപ്പുറ്റിലോട്ടോ നോക്കണ്ട, ഞാൻ കാണുന്ന ദൈവത്തിന് മുമ്പിലോട്ട് ചങ്കുയർത്തി നോക്കാമോ? കണ്ണുയർത്തി നോക്കാമോ? ഈ വചനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ വിളിക്കാൻ പറ്റും? ഞാൻ നിങ്ങൾ സമയം തരികയാണ്. ഈ സമയത്ത് ഈ വചനം അംഗീകരിക്കുക. കുട്ടികളാകട്ടെ, ഈ കുട്ടികളോട് ഞാൻ അങ്ങനെ പറയുന്നത് വിരോധം കൊണ്ടോ അധിക സ്നേഹം കൊണ്ടോ അല്ല. പിന്നെ എന്താണ്? ഒരു മോശമായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ കല്ലെറിയാൻ വേണ്ടി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സാക്ഷിക്ക് ആക്ഷേപം വന്നപ്പോൾ ഇളയവൻ മുതൽ വന്നെന്നാണ് വചനം പറയണത്. മനസ്സാക്ഷിക്ക് ആക്ഷേപം വന്നപ്പോൾ ഇളയവൻ മുതൽ അമ്മാച്ചൻ വരെ ആക്ഷേപം ഉണ്ടായി. എടാ കൊച്ചു ചെറുക്ക, നിനക്കും ഉണ്ടായോ ആക്ഷേപം? അങ്ങനെയാണെങ്കിൽ ഇവരെ എങ്ങനെ വിടാൻ പറ്റും? എനിക്ക് നിങ്ങൾ എങ്ങനെ വിടാൻ പറ്റും? സ്തോത്രം. പ്ലീസ് എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാമോ? താങ്കൾക്ക് എഴുന്നേറ്റ് നിന്നിട്ട്, കർത്താവേ, ഈ ദൈവത്തിന് ഈ പറഞ്ഞ വാക്കുകളെ, ഈ വചനത്തെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നു. ജീസസ്, the name of Jesus ഞാൻ കൊണ്ടുവരുന്നു. ഉടമാന വൈഡയാന്തെ പ്രൗഢമന റികരമന ഉഷ്യാരഗതുനി. നിങ്ങൾ ആരും എന്നെ ശ്രദ്ധിക്കല്ലേ ദയവായിട്ട്. നിങ്ങളെ പുറമേ ഉള്ള കണ്ണടച്ചിട്ട് സ്വർഗത്തോട്ട് നോക്ക്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ വചനത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നിങ്ങളെ കാണുന്ന ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാനുണ്ട്. എന്താ നിലവിളിച്ച്? കഷ്ടമുണ്ട്, വായ്പയാ. സാരമില്ല മോനെ, പറ. നിന്റെ കോടാലി വീഴുന്നത് എവിടെയാ? നിന്റെ കോടാലി വീഴുന്നത് എവിടെയാ? ആ മനുഷ്യനെ സ്ഥലം ചൂണ്ടിക്കാണിക്കുക. വേണ്ടേ അവിടെയാ. ഓരോരുത്തർക്കും പറയാം എവിടെയാണെന്ന്. നിന്റെ കയ്യിരുന്ന ആയുധം എവിടെ പോയി നിനക്കറിയാം. പറ, ഇന്ന് പകൽക്കാലം പറ. ഞാൻ ഇവന്റെ ദൈവദാസനും ഇതിനകത്ത് നിരപരാധിയാണ്. ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. ഈ നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഇവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ കഴിയും. അതിന് വചനമുണ്ടോ പാസ്റ്റർ? വചനമുണ്ട്. മോശ ആ പിളർപ്പിൽ നിൽക്കാതിരുന്നെങ്കിൽ, ദൈവജനത്തെ നശിപ്പിച്ച് കളയുമായിരുന്നു. കർത്താവേ, നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജാതി അങ്ങക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് അങ്ങ് പകുതി വഴി വെച്ച് നശിപ്പിച്ച് കളഞ്ഞത് കണ്ട ജാതികൾ പറയാതിരിക്കേണ്ടതിന് ഇപ്പോൾ അങ്ങയുടെ കോപത്തെ ക്ഷമിക്കണമേ അതെ എന്ന് നിലവിളിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്റെ പ്രാണനെ എടുക്കണമേ എന്ന് വരെ പറഞ്ഞു. മധ്യസ്ഥയ്ക്ക് വിലയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ചങ്കിലോട്ട് കൈവച്ചിട്ട് സ്വർഗത്തൊഴുത് പറ, ആ മനുഷ്യനെ പോലെ എനിക്ക് സംഭവിച്ചു. നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾ അടുക്ക നിൽക്കുക. നിങ്ങളെ നോക്കിയിട്ട് ദൈവത്തിന് ഇപ്പോൾ വലിയ സന്തോഷമുണ്ട്. അനുദപിക്കുന്നവർ ദൈവത്തിന് വലിയ കരുണയാണ്. അവൻ നമ്മുടെ അകൃത്യങ്ങളെ അത് വീണ്ടും ക്ഷമിക്കും. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. ഇപ്പോൾ നാഥൻ ചെയ്യട്ടെ, നാഥൻ ചെയ്യട്ടെ. നമ്മുടെ അകൃത്യങ്ങൾ ചവിട്ടിക്കളയട്ടെ. നമ്മുടെ അകൃത്യങ്ങൾ ദൈവം ചവിട്ടിക്കളയട്ടെ. നല്ല ഗുരുവേ, സ്വർഗത്തിലെ പിതാവേ, ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 or 3 ജനത്തെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ വചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കിയപ്പോൾ ശ്രേഷ്ഠത പറയുവാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ നെടുമ്പാട് നിൽക്കുന്ന ഈ മക്കളോട് ദൈവം ഇന്ന് പകൽക്കാലം കരുണ കാണിക്കണോ. ജനത്തിനമേ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണോ. അങ്ങയുടെ മക്കളെ ഇപ്പൊ തൊടണം കർത്താവേ. അങ്ങവരെ അകൃത്യങ്ങളെ ചവിട്ടിക്കളാ. അങ്ങവരെ അകൃത്യങ്ങളെ ചവിട്ടിക്കളാ. ആഴക്കടലിൽ ഇട്ടുകളാ.
തിരിച്ചു വരാൻ കഴിയാതെ വേണം ആഴക്കടലിലേക്ക് വലിച്ചെറി. ജീസസ്. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത് പോലെ ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇവരെ മേൽ ശക്തമായി വ്യാപരിക്കട്ടെ. ജനത്തിന്മേൽ പരിശുദ്ധം വ്യാപരിക്കണമേ. ഇളം പുല്ലിൽ പെയ്യുന്ന മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ, ഒരു ചാട്ടുളി എന്ന പോലെ ചാടി പിടിക്കട്ടെ ഇവരെ വചനം. കർത്താവേ, ദൈവം ഇവരെ തൊടണം. ജീസസ്, ദൈവം ഇവരെ തൊടണം. ഇവരകർത്താൻ ചവിട്ടിക്കള, ഇവരകർത്താൻ ചവിട്ടിക്കള. ഇവരകർത്താൻ ചവിട്ടിക്കള, ഇവരകർത്താൻ ചവിട്ടിക്കള. കർത്താവേ, ഇവരുടെ പാവങ്ങൾ മോചിക്കപ്പെടട്ടെ. അങ്ങ് ഇവരോട് വീണ്ടും കരുണ കാണിക്കണം. ജീസസ്, ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. ഇവരോട് കരുണ കാണിക്കണം, അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.